ഞാൻ ഓർത്തത് ഇതിനു മുൻപ് സംസാരിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് മഹത് വ്യക്തികൾ. ഒരുപക്ഷെ ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് പലപ്പോഴും കണ്ണീര് വരുന്നൊരവസ്ഥ ഉണ്ട്. ഞാൻ പൊതുവെ എന്റെ മനസ്സ് കുറച്ച് ലോലാണ്, പോലീസുകാരനാണെന്നൊക്കെ പറയും. എന്നാൽ പോലെ എന്റെ മനസ്സ് വളരെ ലോല. എനിക്ക് പെട്ടെന്ന് സങ്കടം പോകും. അത് എന്തുകൊണ്ടാന്ന് അറിയില്ല. അത് നന്മയാണോ തിന്മയാണോ എന്ന് എനിക്ക് അറിയില്ല. സങ്കടം വരിക എന്നത് നന്മയാണോ എന്നറിയില്ല. എന്തായാലും മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ സങ്കടം വരുന്നത് തെറ്റല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു സഹജീവിക്ക് ഒരു വിഷമം വരുമ്പോ ആ ഒരു വിഷമം മാറ്റി കൊടുക്കാനും അവരുടെ മനസ്സിന് സമാധാനം കൊടുക്കാനും അവരുടെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒരു മനുഷ്യനെന്ന നിലയിൽ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അതാണ് മാലിക്ക ഇവിടെ പറഞ്ഞു പോയത്. അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാൻ തന്നെ പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ അടുത്ത് പല ആൾക്കാർക്കും വേണ്ടിയിട്ട് സഹായത്തിന് വേണ്ടി ചെന്നിട്ടുണ്ട്. അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. കാരണം അതൊരു മനുഷ്യത്വം. ഒരുപാട് പണം കയ്യിൽ വെച്ച് നടക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഒരു മുട്ടുസൂചി പോലും നമുക്ക് ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ഭൂമിയിൽ നിന്ന് മടങ്ങി പോകുമ്പോ ഒരു മുട്ടുസൂചി പോലും കൊണ്ടുപോകാൻ സാധിക്കില്ല. ഡയോജനിസ് എന്ന് പറഞ്ഞ ഒരു തത്വചിന്തകൻ ഉണ്ടായിരുന്നു. ഡയോജനിസ് തത്വചിന്തകൻ എന്നൊക്കെ പറയും. പക്ഷേ അദ്ദേഹത്തെ നഗ്നനായ സന്യാസി, ഭ്രാന്തനായ സന്യാസി എന്നൊക്കെയാണ് ആൾക്കാർ വിളിച്ചിരുന്നത്. കാരണം വസ്ത്രമൊന്നും എടുക്കൂല, ചെറിയൊരു തോർത്തുകൊണ്ട് മാത്രമാണ് വേഷം. നട്ടുച്ച സമയത്ത് ഒരു വെയിലുണ്ടാവുമ്പോ നട്ടുച്ച സമയത്ത് ഒരു റാന്തൻ വിളക്ക് കത്തിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സൂര്യനെ നോക്കിയിട്ട് വെളിച്ചം വേണോ സൂര്യ, നിനക്ക് വെളിച്ചം വേണോ എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ ഭ്രാന്തനാണല്ലോ. നട്ടുച്ചയ്ക്ക് ഒരു റാന്തനോടൊക്കെ കത്തിച്ചിട്ട് സൂര്യനോട് ചോദിക്കുകയാണ്, സൂര്യ ഉച്ചയായില്ലേടാ, ഉച്ചയിലായില്ലേടാ, നിനക്ക് കണ്ണ് കാണേണ്ടേ, നിനക്ക് വിളക്ക് കാണേണ്ടേ, നിനക്ക് വെളിച്ചം വേണ്ടേ എന്ന് ചോദിക്കുന്ന ആള് ഭ്രാന്തനാണല്ലോ. ആ ഭ്രാന്തനായ സന്യാസി എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിട്ടുള്ളത്. അപ്പൊ അലക്സാണ്ടർ ദ ഗ്രേറ്റ് കേട്ടിട്ടുണ്ടാവും. ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി ഓരോ രാജ്യങ്ങളും കീഴ്പ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു സന്യാസി ഉണ്ട്, അദ്ദേഹത്തിന് വസ്ത്രമില്ല, അദ്ദേഹത്തിന് വീടില്ല, കഴിക്കാൻ ഭക്ഷണമില്ല എന്നൊക്കെ കേൾക്കണേ. അപ്പൊ ഒരാള് പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, അലക്സാണ്ടർ ചക്രവർത്തി അങ്ങയെ വിളിച്ചിട്ടുണ്ട്, ഒന്ന് കാണാൻ ചെല്ലാൻ പറഞ്ഞു. അങ്ങേക്ക് വസ്ത്രമില്ലെന്ന് അദ്ദേഹം കേട്ടു, അങ്ങേക്കുള്ള വസ്ത്രം ചക്രവർത്തി തരും. ഡയോജനസ് പോയില്ല. ആളഴിച്ച് വരുത്തിയിട്ടും ഡയോജനസ് അവർ തിരിച്ചു നോക്കുകയും ചെയ്തില്ല. അപ്പോ നേരിട്ട് അലക്സാണ്ടർ ചക്രവർത്തി ഡയോജനസിനെ കാണാൻ വേണ്ടി ഒരു നേരത്തെ ദിവസം അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അതിന്റെ സൂര്യനെ നോക്കിയിട്ട് കണ്ണിമ വെട്ടാതെ സൂര്യനെ മാത്രം നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ചെന്നിട്ട് ചക്രവർത്തി കുറെ അകലെ നിന്നിട്ട് ചോദിച്ചു, ഡയോജനസ്, ഞാൻ അലക്സാണ്ടർ ചക്രവർത്തിയാണ്, അങ്ങേക്ക് വീടില്ല എന്ന് ഞാൻ അറിഞ്ഞു, അങ്ങേക്ക് വീട് ഞാൻ തരാം, അങ്ങേക്ക് കൊടുക്കാൻ വസ്ത്രം ഞാൻ തരാം. ഡയോജനസ് തിരിഞ്ഞു നോക്കിയില്ല. ഒരു പട്ടി വന്ന് നിൽക്കുന്ന വില പോലും കൽപ്പിച്ചില്ല. അവസാനം ചക്രവർത്തി ഡയോജനസിന്റെ മുന്നിൽ പോയി മുട്ടുകുത്തി എന്നിട്ട് ചോദിച്ചു, ഡയോജനസ്, അങ്ങ് എന്തെങ്കിലും ഒന്ന് പറയൂ, ഞാൻ ചക്രവർത്തിയാണ്, അങ്ങ് എന്നെ അധിക്ഷേപിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. ചക്രവർത്തി വന്ന് അങ്ങയോട് കാര്യം പറയുമ്പോൾ തിരിഞ്ഞു നോക്കാതിരിക്കില്ല എന്ന് പറയുന്നത് എന്നെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്, അങ്ങ് എന്തെങ്കിലും ഒന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോ ഡയോജനസ് ഒരു ആജ്ഞ പോലെ പറഞ്ഞു, എന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കൂ, എന്റെ സൂര്യനെ മറയ്ക്കാതിരിക്കുക, ഞാൻ എന്റെ സൂര്യനെ നോക്കിയിരിക്കുകയാണ്. എന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കുക, എന്റെ സൂര്യനെ മറയ്ക്കാതിരിക്കുക. അതൊരു ആജ്ഞയായിരുന്നു. ചക്രവർത്തി ഞെട്ടിയിടിച്ചു എന്നാണ് പറയണേ. അന്ന് പോയിട്ട് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു, യുദ്ധം അവസാനിച്ചിരിക്കുന്നു, ഈ യുദ്ധം വേണ്ട. സർവ്വസൈന്യാധിപന്മാർ അദ്ദേഹത്തിന് മുന്നിൽ ചോദിച്ചു, അങ്ങ് എന്താണ് പറയുന്നത്? കാലങ്ങൾ മാത്രം ബാക്കിയിരിക്കെ അങ്ങ് യുദ്ധം അവസാനിപ്പിക്കുകയാണോ? ഈ ലോകം അങ്ങയുടെ കാൽക്കീഴ് വിടാൻ പോവാണ്, അപ്പോഴാണ് അങ്ങ് പറയുന്നത് യുദ്ധം ഇനി വേണ്ട. ചക്രവർത്തി പറഞ്ഞു, യുദ്ധം വേണ്ട, യുദ്ധം അവസാനിച്ചിരിക്കുന്നു. പിന്നീട് അലക്സാണ്ടർ ചക്രവർത്തി അധികകാലം ജീവിച്ചില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന്റെ മരണമൊഴി എന്ന് പറയുന്നത് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ
മരിക്കാൻ പോവുകയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എന്റെ ശവപേടകത്തിൽ, ആ ഒരു ശവപ്പെട്ടിക്കകത്ത് എന്നെ കിടത്തുമ്പോൾ എന്റെ രണ്ട് കൈകളും പുറത്തേക്ക് ഇട്ടിട്ട് വേണം എന്നെ സംസ്കരിക്കാൻ വേണ്ടി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ രണ്ട് കൈയും ആ പെട്ടിയിൽ നിന്ന് പുറത്തേക്കിട്ട് അതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോ ആയിരക്കണക്കിന് പേർ ആ തെരുവീതിയിൽ ചക്രവർത്തി അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം ആ രണ്ട് കരങ്ങൾ കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, മരിച്ചു കിടക്കുന്ന മനുഷ്യൻ കൊടുത്ത സന്ദേശമാണ്, ഈ ലോകം കീഴ്പ്പെടുത്തിയ അലക്സാണ്ടർ ചക്രവർത്തി ഒരു മൊട്ടു സൂചി പോലും ഇവിടുന്ന് കൊണ്ടുപോകാതെയാണ് ഈ ലോകം വിട്ട് പരലോകത്തേക്ക് പോകുന്നത് എന്ന സന്ദേശം കൊടുത്തിട്ടാണ് ചക്രവർത്തി ഇവിടുന്ന് പോകുന്നത്. എത്ര നമ്മൾ സമ്പാദിച്ചിട്ട് അത് കാര്യമൊന്നുമില്ല, നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പാവങ്ങളുടെ മനസ്സ് കാണാൻ ഉള്ള ഒരു ആർദ്രത മനസ്സിലുണ്ടാവണം. അതാണ് മാനൊക്കെ പറഞ്ഞത്. ആ വലിയ മനുഷ്യനെ എന്റെ രണ്ട് കൈ കൂപ്പി ഞാൻ നമിക്കുകയാണ്. ഒരുപാട് ഒരുപാട് ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളൊക്കെ സല്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അറിയാം അല്ലെ? പോലീസുകാരും എക്സൈസുകാരും സല്യൂട്ട് ചെയ്യുന്നവരാണ്. മനസ്സ് നിറഞ്ഞ് സല്യൂട്ട് ചെയ്യാൻ, ഞാൻ മനസ്സ് നിറഞ്ഞ് എന്റെ മനസ്സുകൊണ്ട് സല്യൂട്ട് ചെയ്യുന്ന ചുരുക്കം വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ 10-35 വർഷമായിട്ട് ഈ ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചു. സൗമ്യനായ മനുഷ്യൻ, എപ്പോ കാണുമ്പോഴും ആ ചിരിച്ച മുഖത്തോടെ അല്ലാതെ അദ്ദേഹത്തിന് ഞാൻ കാണാറില്ല. എന്നോട് ഒരുപാട് സ്നേഹം അദ്ദേഹം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ശിക്ഷകങ്ങൾ, എത്രയോ ആയിരക്കണക്കിന് ശിക്ഷകങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഒരു ഗുരുനാഥൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെയും എന്റെ രണ്ട് കൈയും കൂട്ടി നമിക്കുകയാണ്, നമസ്കരിക്കുന്നത്. ഡോക്ടറേറ്റ് അദ്ദേഹത്തിന് തേടി വന്നത് ഡോക്ടർ റൌഫാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിൽ അദ്ദേഹം പുലർത്തിയ ആ ഒരു സൂക്ഷ്മതയും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും അദ്ദേഹത്തിന്റെ ആ ഒരു അർപ്പണ മനോഭാവമാണ് ആ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുത്ത് ബഹുമാനിച്ചത്, ആദരിച്ചത്. അത് ചുരുക്കം പേർക്ക്, വിരലെണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന, മോഹൻലാലിനും മമ്മൂട്ടിക്കും അവരുടെ മേഖലയിൽ അവർ പുലർത്തിയിട്ടുള്ള കഴിവുകൾക്ക് കൊടുത്തപ്പോൾ കിട്ടിയ ആ ആനുകൂല്യമാണ് നമ്മുടെ നാട്ടുകാരനായ ഒരു സാധാരണക്കാരിൽ നിന്ന് വളർന്നു വന്ന റോബർട്ടിക്ക് കിട്ടിയത് എന്ന് ഓർക്കുമ്പോഴാണ് ആ ഡോക്ടറേറ്റിന്റെ വില നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ റോബർട്ടിയുടെ ശിഷ്യന്മാരാൻ ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ് എന്റെ മുന്നിലിരിക്കുന്ന. പിന്നെ നമ്മുടെ അഷറഫ് അലി സാർ, അഷറഫ് അലി രാങ്ങാട്ടൂർ എന്ന് പറഞ്ഞ ഒരുപാട് എന്റെ ഇൻസ്പെക്ടർ, ഇപ്പോഴുള്ള ഞങ്ങളുടെ ബഹുമാനപ്പെട്ട എക്സൈസ് ഇൻസ്പെക്ടർ മുമ്പേ ഒരു വർഷം മുമ്പ് എന്നെ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് പറയാൻ, എനിക്ക് സ്വാഗത പ്രസംഗം നടത്തണം, എന്താ ചെയ്യാ, ഒരു പരിപാടി ഉണ്ട് ഞങ്ങളുടെ നാട്ടില്, അപ്പൊ സ്വാഗതം പറയേണ്ടത് ഞാനാണ്, എനിക്ക് വലിയ ശീലമൊന്നുമില്ല, എന്താണ് ഞാൻ പറയേണ്ടത്? ഈ വരുന്ന ആള് കുറ്റിപ്പുറത്തിന്റെ അപ്പുറത്ത് രാങ്ങാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരാളാണ്, അഷറഫ് അലി രാങ്ങാട്ടൂർ സാറാണ് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നതെന്ന് അന്ന് കൊണ്ടോട്ടിയിൽ എന്നുള്ള ഇൻസ്പെക്ടർ സാർ വിളിച്ചപ്പോ അപ്പോൾ ഞാൻ വല്ലാതെ അഭിമാനം കൊണ്ട്, കാരണം നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അത്രയും ഒരു മഹാനായ വ്യക്തിയാണ് ആ മേഖലയിൽ ഇവിടെ വന്നിട്ട് ക്ലാസ് എടുക്കുന്ന, അല്ലെ? നിങ്ങളെ പ്രസംഗം പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. നല്ല അറിവുള്ള ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ സ്വദേശത്ത് പ്രദേശത്ത് നടത്തുന്ന അഷറഫ് അലി രാങ്ങാട്ടൂർ സാർ അവർ നിങ്ങളുടെ ഏറ്റവും ആരാധനായിട്ടുള്ള പ്രിൻസിപ്പൽ സാർ. ഈ ഒരു സ്ഥാപനത്തെ ഒരു അക്കാദമിക് സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്ത് നിങ്ങൾ ഇവിടുന്ന് പുറത്തിറക്കി വിടുക എന്നതല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഒരുപാട് ഡിഗ്രി, ഒരുപാട് ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നമ്മുടെ പേരിന്റെ കൂടെ ചേർത്ത് എഴുതുക എന്നത് മാത്രമല്ല, ഒരു മനുഷ്യനാക്കിയിട്ട് ഓരോ കുഞ്ഞിനെയും ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെയും അതുപോലെ ഈ സ്ഥാപനത്തിന്റെയും ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണല്ലോ രണ്ടാമത്തെ തവണയും എന്നെ പോലത്തെ ഒരാളെ ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചത്. അല്ലെങ്കിൽ മക്കളെ എന്തെങ്കിലും ആവട്ടെ, അവർക്ക് നമ്മള് സിലബസ് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് അവരെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിട്ടാൽ മതി എന്ന് ചിന്തിച്ചാൽ മതിയല്ലോ ഒരു സ്ഥാപനത്തിന്. അതിനപ്പുറത്ത് നിങ്ങളെ മനുഷ്യരാക്കണം എന്ന ചിന്തയോടെയാണ് ഈ സ്ഥാപനവും അതിന്റെ മേധാവിയായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദും പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വേദിയിലിരിക്കുന്ന മറ്റ് ആദരണീയരായ ഉസ്താദുമാര്, എന്റെ മുന്നിലിരിക്കുന്ന തെളിഞ്ഞ മനസ്സുള്ള, ഞാൻ അങ്ങനെ പറയട്ടെ, തെളിഞ്ഞ മനസ്സുള്ള മനോഹരമായ മനസ്സിന്റെ ഉടമകളായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട മക്കളെന്ന് പറഞ്ഞിട്ടൊന്നും വിചാരിക്കുന്നു വേണ്ട. നിങ്ങളെക്കാൾ വലിയ മക്കൾ എനിക്കുണ്ട്.
ഈ മുടിയൊക്കെ കൂടെ കറപ്പിച്ചിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ചെറുപ്പക്കാരനായിട്ടൊക്കെ തോന്നുന്നത്. ആകെ 3 കൊല്ലം റിട്ടയർ ആവാനുള്ളൂ. അപ്പൊ മക്കളെ എന്ന് വിളിച്ചത് നിങ്ങളെ എന്റെ മക്കളെ പോലെ ഞാൻ കാണുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. മക്കളെ പോലെ അല്ല ഞാൻ കാണുന്നത്, എന്റെ സ്വന്തം മക്കളായിട്ട് തന്നെയാണ് കാണുന്നത്. എന്റെ മകനോടും എന്റെ മകളോടും പറയാനുള്ളത് എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. അപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളുടെ രക്ഷിതാക്കളാണെന്ന് ഞാൻ കരുതുന്നത്, രക്ഷിതാക്കളല്ലേ, ആദരണീയരായ ആരാധ്യരായ രക്ഷിതാക്കൾ. നമ്മുടെ മക്കളെ നിങ്ങൾക്കാകെ 3 സ്വപ്നങ്ങളുണ്ട് നിങ്ങളെ, അല്ലെ? ഒരുപാട് സ്വപ്നങ്ങളുണ്ടെന്ന് നമ്മൾ പറയാണ്. ചുരുക്കി പറഞ്ഞ 3 സ്വപ്നങ്ങളേ ഉള്ളൂ. അവർ നന്നായി പഠിക്കണം, അല്ലേ? അവർ നന്നായി പഠിക്കണം, വഴി വിതയ്ക്കാതെ വളരണം, ജീവിക്കാൻ നല്ലൊരു ഒരു ജോലി, ഒരു നല്ലൊരു പൊസിഷനിൽ നിങ്ങൾ എത്തിച്ചേരണം. ഇങ്ങനെ 3 കിനാവുകളാണ് നിങ്ങളെ കുറിച്ച് അവർക്കുള്ളൂ. നമ്മുടെ മക്കളെ കുറിച്ച് അതാണ് നമുക്കുള്ളത്. പക്ഷെ ചിലപ്പോ ആ ഒരു സ്വപ്നങ്ങളെയൊക്കെ തകിടം മറിക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിൽ കാണാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയാ? A+ വേണ്ടേ നമുക്ക് പരീക്ഷകളിലൊക്കെ? വേണ്ടേ? A+ വേണ്ടേ? വേണ്ടാന്നുണ്ടോ? വേണം. ഞാൻ കിട്ടിയില്ല എന്ന് കഴിഞ്ഞിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എല്ലാവർക്കും A+ കിട്ടിക്കൊള്ളുന്നില്ല, എല്ലാവരും ജയിച്ചവരില്ല. പക്ഷെ പരാജയപ്പെടുമ്പോൾ ആ പരാജയത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ച് മുന്നോട്ട് പോയിട്ട് വിജയത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. എന്ന് വിചാരിച്ചിട്ട് ഒരു തവണ പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് മനസ്സുമെടുക്കേണ്ടതല്ല. ഇത് പരാജയപ്പെട്ടവർക്ക് കൂടിയുള്ളതാണ് ഈ ലോകം. ജയിക്കാനുള്ള മാർഗം നമ്മൾ കാണണം. അപ്പൊ A+ വേണം എന്നത് നല്ലതാണ്. മത്സരത്തിന്റെ ഒരു കാലഘട്ടമാണ്. മത്സര പരീക്ഷകളിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോ A+ വേണം. അപ്പൊ പഠിക്കുന്നത് അറിവുണ്ടാവാനാണ്, A+ ഉണ്ടാവാനാണ് എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അറിവ് വേണ്ടേ? വേണ്ടേ? ഗാന്ധിജി ജനിച്ചത് എന്നാണ് അറിയോ? 1869 ഒക്ടോബർ 2. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് അറിവാണ്, നമ്മൾ പരീക്ഷയ്ക്ക് എഴുതിയതാണ്, അല്ലെ? പക്ഷെ അങ്കിള് പറയുകയാണ്, ഞാൻ പറഞ്ഞതല്ല, ഞാനൊരു പ്രസംഗത്തിൽ കേട്ടതാണ്. ഇപ്പൊ ഞാൻ പറയാണ്, ഗാന്ധിജി ജനിച്ചത് 1869 അല്ല. ഞാൻ GS പ്രദീപ് സാറിന്റെ പ്രസംഗത്തിൽ കേട്ടതാണ് കേട്ടോ. ഗാന്ധിജി ജനിച്ചത് 1869 അല്ല, ഒക്ടോബർ 2 ഗുജറാത്തിലല്ല, പോർബന്തറിൽ അല്ലേ അല്ല. അപ്പൊ നിങ്ങൾ കരുതും ഇത് എന്ത് പോലീസുകാരനാണ്, ഇയാൾ എന്ത് പൊട്ടനാണ്, ഞങ്ങൾ പരീക്ഷയിൽ എഴുതിയതല്ലേ? ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഗാന്ധിജി ജനിക്കുന്നത് 1869 1893 1893 ജൂൺ 8-ാം തീയതിയാണ് ഗാന്ധിജി ജനിക്കുന്നത്. അന്ന് ശക്തമായ മഴയുള്ള ഒരു രാത്രിയായിരുന്നു. ശക്തമായ ആർത്തലച്ചു പെയ്യുന്ന മഴയും ഇടിയും മിന്നലും കാറും കോളും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാത്രിയിലാണ് ഗാന്ധിജി ജനിക്കുന്നത്. 1893 ജൂൺ 8-ാം തീയതി ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മരീസ്ബർഗ് എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനിൽ 1-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനുള്ള റെയിൽവേ ടിക്കറ്റ് കൈവശം ഉണ്ടായിരുന്നിട്ടും, കേട്ടോ, ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനുള്ള റെയിൽവേ ടിക്കറ്റ് കൈവശമുണ്ട്, എന്നിട്ടും കറുത്തുപോയി എന്നൊരൊറ്റ കാരണത്താൽ ഒരു കറുത്ത വർഗക്കാരനെ ഒരു വെള്ളക്കാരൻ തന്റെ ഇടംകാലം കൊണ്ട് ചവിട്ടി ആ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തെറിപ്പിച്ച ആ നിമിഷം അവിടെ വെച്ച് നിറത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഒരു മനുഷ്യനും പീഡിപ്പിക്കപ്പെടരുത്, മാറ്റി നിർത്തപ്പെടരുത്, അതിനെതിരെ പ്രവർത്തിക്കാൻ ഉറച്ചതും ഉറപ്പിച്ചതുമാണ് എന്റെ ജീവിതം എന്ന് നിങ്ങളെക്കാൾ 4-5 വയസ്സ് മാത്രം പ്രായക്കൂടുതലുള്ള മോഹൻദാസ് കരംചന്ദ് എന്ന് പേരുള്ള ഒരു സാധാരണ ചെറുപ്പക്കാരൻ എപ്പോഴാണോ ആ തീരുമാനമെടുത്തത്, അപ്പോ അവിടെ വെച്ചാണ് ഗാന്ധിജി ജനിക്കുന്നത്. ഇത് അറിവാണോ? അല്ല. ഇത് എഴുതി വെച്ച പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ? കിട്ടില്ല. നമ്മൾ പഠിച്ച പാഠങ്ങളിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട വേറൊരു അറിവാണത്. ഈ അറിവ് കൂടി വേണം. അതിന് തിരിച്ചറിവ് എന്നാണ് പറയാ. തിരിച്ചറിവ്. പരീക്ഷയിൽ A+ കിട്ടണമെങ്കിൽ നമുക്ക് അറിവ് വേണം, പഠിച്ചേ പറ്റൂ. നിങ്ങൾ പഠിക്കണം, നിർബന്ധമാണ്. പരീക്ഷയിൽ A+ വേണം, പക്ഷേ നമുക്ക് ജീവിതത്തിൽ കൂടി A+ വേണം. ജീവിതത്തിൽ കൂടി A+ ലഭിക്കണമെങ്കിൽ അറിവ് മാത്രം പോരാ, തിരിച്ചറിവ് കൂടി വേണം. ആ തിരിച്ചറിവോട് കൂടി വേണം
നമ്മൾ അതിനാണ് സർ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകളും ഇതുപോലെയുള്ള കാര്യങ്ങളും സംഘടിപ്പിക്കണേ. നിങ്ങളെ ആയോധനകൾ പഠിപ്പിക്കണമെന്ന് സാറിന് എന്താ നിർബന്ധം? നിങ്ങൾ ആയോധനകൾ നിങ്ങളെ പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും ഇവിടുത്തെ അക്കാദമിക് ഇവിടുത്തെ സിലബസ് നിങ്ങളെ പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് എത്തിയാൽ നിങ്ങൾ ജയിക്കും, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാം. എന്തിനാണ് സാറെ പോലെയുള്ള ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഇവിടെ ക്ലാസ്സിലേക്ക് തരുന്നേ? നിങ്ങൾ തിരിച്ചറിവ് കൂടിയുള്ളവരായിട്ട് വളരണം. ആ തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് വേണം. അത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വേണം. ശരീരത്തിന്റെ ആരോഗ്യം ശരീരത്തിന് മാത്രം പോലെ മനസ്സിനും വേണം. വേണ്ടേ? മനസ്സിനും വേണം. ആ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് ആയോധന കലകൾ നമുക്ക് തരുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുക, നമ്മുടെ ലഹരി അങ്ങോട്ട് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരേപോലെ മനസ്സിനും ആരോഗ്യം ഉണ്ടാവും, ശരീരത്തിനും ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് സാറ് ഇതാണ്. അപ്പൊ ആ തിരിച്ചറിവ് കൂടി ഉണ്ടെങ്കിൽ ആരെങ്കിലും വന്നിട്ട് പിടിപ്പിച്ച സൂപ്പറാണ്, നല്ലതാണ്, ദുട്ട പൈസ പൈസ വേണ്ട, ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് തരും, നീ എന്റെ കുട്ടിയല്ലേ, നീ ഇങ്ങോട്ട് വാടാ എന്ന് ആരെങ്കിലും വഴിയിൽ വെച്ച് എവിടെയും വെച്ച് നിങ്ങളോട് പറഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കിയിട്ട് നീ മോനെ ദിനേശ ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയാനുള്ള തന്റെ ഇടം നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചറിവ് കൂടി വേണം. ആ തിരിച്ചറിവ് കൂടി നിങ്ങൾ വളരണം. പക്ഷേ ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളെ നേരിട്ട് കാണുന്ന ആളാണ്. 26 വർഷമായിട്ട് പോലീസിലും എക്സൈസിലും ജോലി ചെയ്യുമ്പോൾ കണ്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊന്നും മുഴുവൻ പറയാനുള്ള സമയം കിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ തിരിച്ചറിവില്ലാതെ വളരുന്ന ഒരുപാട് പേരുണ്ട്. ഒരു വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ആ തിരിച്ചറിവ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ലഭിക്കുമായിരുന്നു എങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ കഴിഞ്ഞ് MBBS കഴിഞ്ഞ് അവിടെ ഡോക്ടർമാരായിട്ട് ജോലി ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാരായിട്ട് ജോലി ചെയ്യുന്ന 5 പേരെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മാരകമായ മയക്കുമരുന്നുമായിട്ട് പിടിച്ചത്. അവർ അവർക്ക് അറിവില്ലാഞ്ഞിട്ടാണോ? അറിവില്ലാത്ത ഒരാൾക്ക് ഇതുപോലെ മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ കിട്ടുമോ? മെഡിസിനൊക്കെ പഠിക്കണമെങ്കിൽ നല്ല അറിവ് വേണം, എൻട്രൻസിൽ നല്ല മാർക്ക് വേണം, എൻട്രൻസിന് എഴുതണമെങ്കിൽ ഒരുപാട് കോച്ചിങ് വേണം, പഠിക്കണം. എന്നിട്ട് അതിന് നല്ല മാർക്ക് കിട്ടിയാല്, അത് നല്ല റാങ്ക് കിട്ടിയാലേ നമ്മുടെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. അപ്പൊ അവർക്ക് അറിവില്ലാഞ്ഞിട്ടല്ലല്ലോ, അറിവുണ്ട്. പക്ഷെ അവർക്ക് ഇല്ലാതെ പോയത് എന്താണ്? തിരിച്ചറിവ്. ആ തിരിച്ചറിവ് കൂടി നമുക്ക് വേണം. അതറിയണമെങ്കിൽ ലഹരിയുടെ തീവ്രത എന്താണെന്ന് മനസ്സിലാക്കണം. നേരത്തെ അഷറഫ് അലി ഇനാങ്ങാട്ടൂർ സാറ് ആ ഒരു ഡോക്ടർ സ്മിത്തിന്റെ ഒരു കഥ പറഞ്ഞില്ലേ, അത് കേട്ടപ്പോൾ ഞാൻ എന്റെ മനസ്സിലിങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ കണ്ണിന്ന് വെള്ളം വന്നു. കാരണം അതിന് അവസാനം ചോദിച്ചിട്ടുണ്ട്, എന്റെ ആ ഫ്ലൈറ്റ് മിസ്സാവാൻ. അവസാനം ഒരു വേറെ ചെറിയൊരു ഫ്ലൈറ്റ് പിടിച്ചിട്ട് മാഞ്ചസ്റ്ററിൽ എത്തുന്നു. അവിടുന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ടാക്സി സമരമാണ്. അന്ന് സമരം അവിടെ ഉണ്ടാവാൻ എന്താണ് കാരണം? അവസാനം ഒരു റെന്റഡ് ടാക്സി എടുത്തിട്ട് വീണ്ടും ലക്ഷ്യസ്ഥാനത്ത് എത്താം എന്ന് കരുതിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ മഴ വരുന്നു. അവിടുത്തെ മഴ എന്ന് പറയുമ്പോ മഞ്ഞ് പെയ്യുന്ന പോലെ, ആലിപ്പഴം പെയ്യുന്ന പോലെ ശക്തമായ മഴയുണ്ട്. ഇവിടുത്തെ മഴയല്ല, കണ്ണു കാണില്ല, പകൽ പോലും കണ്ണു കാണില്ല. അവസാനം കണ്ണു കാണാതെ ആ ഒരു വെളിച്ചം കണ്ട വീടിന്റെ മുന്നിൽ, അതേ വീടിന്റെ മുന്നിൽ എത്തിപ്പെടാനും ആ വീടിനകത്ത് കയറിയിരിക്കുമ്പോ ആ അമ്മയുടെ പ്രാർത്ഥന കേൾക്കാനും ആ പ്രാർത്ഥന കണ്ട് പൊട്ടിക്കരയുന്ന അമ്മയോട് അവസാനം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞത് എന്ന് ചോദിക്കാനും അവസാനം ആ അമ്മ പറയാണ്, അങ്ങ് പാരീസിൽ ഒരു ഡോക്ടർ ഉണ്ട്, ഡോക്ടർ സ്മിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന് മാത്രമേ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റൂ, പക്ഷെ ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് അദ്ദേഹത്തിനൊന്നും പോയി കാണാനുള്ള ശേഷിയില്ല എന്ന് ഡോക്ടർ സ്മിത്തിനോട് തന്നെ പറയാനും ആ കുട്ടിയെ അവിടുന്ന് എടുത്തുകൊണ്ടുപോയി ആ കുട്ടിയെ ആ ഒരു വലിയ സർജറി ചെയ്ത് രക്ഷിക്കാനും ഒരു വലിയ അത്ലറ്റ് ആയിട്ട് ആ കുട്ടിയെ മാറ്റാനും അവിടെ അങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ് എന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞു. ആ കാരണത്തിന്റെ പേരാണ് പരമകാരുണ്യവാനായ പടച്ചവൻ ദൈവം എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചപ്പോ ഞാൻ അവിടെ ഇരുന്ന് ഓർത്തത്, ആ പരമകാരുണ്യവാനായ പടച്ചവന്റെ ആ ഒരു അദൃശ്യകരങ്ങൾ ആ കുട്ടിയിലേക്ക് എത്തിച്ച ആ പ്രാർത്ഥനയുടെ പേരെന്താണ്? ഒരു പ്രാർത്ഥനയുണ്ടല്ലോ അവിടെ, ആ പ്രാർത്ഥനയുടെ പേരാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്നാണ് ഞാൻ അവിടെ ഇരുന്ന് ഓർത്തത്. അല്ലേ? ഉമ്മയുടെ പ്രാധാന്യം അറിയോ? ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ സബ്ദ് സബദാനി സാഹിബിന്റെ ഒരു പ്രസംഗത്തിൽ കേട്ടിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ശിഷ്യ ചോദിക്കുന്ന ചോദ്യം, അല്ലയോ പ്രവാചക, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് ആരോടാ? പ്രവാചകൻ തിരുമേനിക്ക് ഒറ്റ മറുപടി ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളുടെ മാതാവിനോട്. വീണ്ടും ചോദിക്കുന്നു, അടുത്തത് ആരോടാ നന്ദി കാണിക്കേണ്ടത്? രണ്ടാമത്. ഒന്നാമത് മാതാവാണല്ലോ, അപ്പൊ രണ്ടാമത് ആര്? നിങ്ങളുടെ മാതാവിനോട്. രണ്ടാമത് മാതാവ്. മൂന്നാമത് ചോദിക്കുന്നു, അടുത്തത് നിങ്ങളുടെ മാതാവിനോട്. നാലാമത് ചോദിച്ചപ്പോൾ മാത്രമാണ് പറയുന്നത് നിങ്ങളുടെ പിതാവിനോട്. ഒന്നും രണ്ടും മൂന്നും സ്ഥാനം മാതാവിന് പോകുമ്പോ പിതാവ് പോലും നാലാം സ്ഥാനത്തേക്ക് മാറ്റപ്പെടുന്ന, വർണ്ണിക്കാനോ വിവരിക്കാനോ കഴിയാത്ത സുഹൃതം. അതാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് ആ പ്രസംഗത്തിൽ ഞാൻ കേട്ടു. ഇന്ന് രാവിലെ 4 മണിക്കാണ് ഞാൻ വീട്ടിൽ വന്ന് കിടന്നത്. 8 മണി വരെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് പോരുമ്പോ 80 വയസ്സുള്ള എന്റെ അമ്മ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ശ്രദ്ധിക്കണം കേട്ടോ, വണ്ടി ഓടിച്ചു പോകുമ്പോ ഉറക്കം വരുമെന്ന് ചെയ്ത് എന്റെ കുട്ടി ഉറങ്ങരുത് കേട്ടോ എന്ന് 80 വയസ്സുള്ള എന്റെ അമ്മ ഇറങ്ങുമ്പോ പറയുന്ന ആ അമ്മ, ആ അമ്മയെ കുറിച്ച് നമുക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ ഇരിക്കുന്ന ഈ കൗമാരപ്രായക്കാരായി നിങ്ങൾക്ക് ആ പ്രാധാന്യം മനസ്സിലായെന്ന് വരില്ല. എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടോ, ഇത് ക്ലാസിന്റെ ഭാഗമല്ല, എന്നപ്പോ ഇതൊക്കെ ക്ലാസ് അതാണ് കൂട്ടിയാൽ മതി. അപ്പോ ഞാൻ എന്റെ ഒരു ആഗ്രഹം പറയുന്നത്, നിങ്ങളുടെ അമ്മമാര് പുറകിലിരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടല്ലേ? ഉണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഈ പറയുന്ന അഭിപ്രായത്തോട് അവർ യോജിക്കില്ല എന്ന് എനിക്കറിയാം. മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും, അല്ലെ? മണ്ണിൽ നിന്ന് വന്നവൻ മണ്ണിലേക്ക് മടങ്ങണം എന്നത് ഒരു പ്രപഞ്ച സത്യമാണ്. പക്ഷെ അത് എപ്പോഴും സംഭവിച്ചേക്കാം. എനിക്കൊരു മരണമുണ്ട്. അപ്പൊ എന്റെ ആഗ്രഹം മാത്രമാണ് ഞാൻ പറയുന്നത്. അമ്മമാര് എന്നോട് യോജിക്കില്ല എന്നാൽ പോലും പറയാണ്, ഞാൻ മരിക്കുമ്പോ ആ മരിക്കുന്ന സമയത്തും എന്റെ അമ്മ എന്റെ കൂടെ ജീവനോടെ ഉണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം. അമ്മയുടെ മടിയിൽ കിടന്ന് മരിക്കണം എന്റെ ആഗ്രഹമാണ്. അതാണ് റഫീഖ് അഹമ്മദ് സാറിനോട്. റഫീഖ് അഹമ്മദ് എന്ന് പറഞ്ഞൊരു കവി ഉണ്ട് കേട്ടോ, തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹത്തോട് എനിക്ക് വല്ലാത്തൊരു ആരാധന തോന്നാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് കവിതകളുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് വളരെ സിമ്പിളാണ്, എന്നാൽ പോലും എനിക്ക് വല്ലാത്ത ആരാധന തോന്നാറുണ്ട്. ആ കവിത എങ്ങനെയാണ്? മരണം എത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ ഒരിത്തിരി നേരം ഇരിക്കണം. മരണമെത്തുന്ന ഇത്തിരി നേരം ഇരിക്കണേ. കടലുകൾ മഴവിച്ച വിരലുകൾ നിന്നെ തലോടി ക്ഷമിക്കുവാൻ ഒരു വിനായകത്തേക്കെടുക്കും ശ്വാസ കളികളിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ ഇനി തുറക്കേണ്ടറിയാത്ത കൺകളിൽ മുഖം മുങ്ങിക്കിടക്കുവാൻ ഒരു സ്വരം തോന്നി എടുക്കാത്തു നീ ചെവികൾ നിന്റെ സ്വരമുദ്രയായി മൂടുവാൻ. മരണമെത്തുന്ന നേരത്ത് അരികിൽ ഇത്തിരി നേരിക്കണം. ആര്? അതൊരു ചോദ്യമാണ്. ആരിക്കണം? പലർക്കും പലരായിരിക്കാം, പക്ഷെ എന്റെ എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അമ്മ. അവസാനം നമുക്ക് എന്ത് വിഷമമുണ്ടാവും, കൈ ഇങ്ങനെ ചുറ്റു കയറുമ്പോൾ ഉമ്മയുടെ ശരീരത്തിൽ തൊട്ടാൽ മതി, എല്ലാ വേദനയും എവിടേക്ക് പോകുമെന്ന് അറിയില്ല. അവസാനം അകത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിൽ ഈ ശ്വാസം എടുക്കുന്നില്ല, അവസാനത്തെ ശ്വാസമാണ്. ആ ശ്വാസം എടുക്കുമ്പോ ആ ശ്വാസത്തിൽ നിറയെ അമ്മയുടെ ഗന്ധം നിറഞ്ഞു നിൽക്കണം. മക്കൾക്ക് മാത്രം തിരിച്ചറിയുന്ന ഒരു മണമുണ്ട് അമ്മയ്ക്ക്, അത് ഓരോ അമ്മയ്ക്കും ഉണ്ട്. നിന്റെ ഉമ്മ അവിടെ ഉണ്ടല്ലോ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗന്ധം. ഫിലിപ്പമ്പാട് സാറിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. മക്കൾക്ക് മാത്രം തിരിച്ചറിയുന്ന ഒരു മണമുണ്ട് അമ്മയ്ക്ക്. അവസാനം ശ്വാസം എടുക്കുമ്പോ ആ മണം, ആ മനസ്സ് നിറച്ച് ശ്വാസം നിറച്ച് അത് വേണം. അവസാനം കണ്ണടയ്ക്കുമ്പോ ആ കണ്ണിൽ നിറയെ അമ്മയുടെ മുഖം നിറഞ്ഞിരിക്കണം. അവസാനം കേൾക്കുന്ന സ്വരം അമ്മയുടെ. നമ്മൾ ഒരുപാട് ഉറക്കിയിട്ടുണ്ട് നമ്മുടെ ഉമ്മ, അല്ലേ? നിങ്ങൾ ഓർക്കാറില്ലേ? ഇപ്പൊ ഞങ്ങൾ ആകാശത്തെ വളർന്നു നിൽക്കുന്നവരാണ്, ഞങ്ങൾ +2 ആണ്, ഞങ്ങൾ ഡിഗ്രിക്കാ പഠിക്കണേ, ഞങ്ങൾ 10ാം ക്ലാസ് ആണ് എന്ന് നമ്മൾ അഹങ്കരിക്കുമ്പോഴും നമ്മളെ ഒരുപാട് നമ്മളെ ഉറക്കിയിട്ടുണ്ട് നമ്മുടെ ഉമ്മ. അവസാനം കേൾക്കുന്ന സ്വരം ഉമ്മയുടെ ആവണം. പക്ഷെ മക്കളെ ഒരമ്മയും സമ്മതിക്കൂല. അവരെ കൊക്കിൽ ജീവിതത്തിലെങ്കിൽ അവർ ജീവിച്ചിരിക്കുക, അവരുടെ മക്കൾ നഷ്ടപ്പെടാൻ ഒരമ്മയും സമ്മതിക്കൂല. അതാണ് അമ്മ, സമ്മതിക്കൂല. അതാണ് ജപ്പാനിൽ ഒരു വലിയ ഭൂകമ്പം നടന്നപ്പോ അവിടെ ഒരുപാട് പേര്
മരിച്ചുപോയി, ഒരുപാട് പേര് മരണപ്പെട്ടു, ഒരുപാട് കെട്ടിടങ്ങൾ നിലംപൊത്തി, പോലീസും പട്ടാളവും ഓടി നടന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് മരിച്ചവരെ പെട്ടെന്ന് എടുത്തുകൊണ്ടുപോയി രക്ഷിക്കുക എന്നതല്ല. പ്രൈമറി ആയിട്ടുള്ള രക്ഷാപ്രവർത്തനം അവിടെ പരിക്ക് പറ്റിയവരെ പെട്ടെന്ന് എടുത്തുകൊണ്ടുപോയി അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കുക, മരിച്ചവരെ സംസ്കരിക്കുക എന്നുള്ളതല്ല. പോലീസും പട്ടാളവും ഓടി കിടക്കുമ്പോൾ അവശിഷ്ടങ്ങൾ ഒരുപാട് മരിച്ചു കിടക്കുന്നുണ്ട്. ആ അവശിഷ്ടങ്ങൾക്കിടയിൽ അപ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മ നിസ്കരിക്കുകയാണ്. അപ്പോൾ അയ്യോ, അവരിപ്പോഴും അവിടെ ഒരു സ്ഥല സൗകര്യം ഉണ്ടാക്കിയിട്ട് നിസ്കരിക്കുകയാണ്. അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, പരിക്ക് പറ്റാത്ത ആരും ഇവിടെ ഇല്ല, പക്ഷെ ഇപ്പോഴും അവർ പ്രാർത്ഥിക്കുകയാണ് എന്ന് അവരെ എടുക്കണം, രക്ഷിക്കണം എന്ന് കരുതി ഓടിച്ചെന്ന് അവരെ തൊട്ടപ്പോഴാണ് മനസ്സിലായത് ജീവനില്ല, മരിച്ചു കിടക്കുക. കേട്ടില്ല. എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് പിടിച്ച് ജീവിക്കുകയാണ്. തൊട്ടപ്പോഴാണ് മനസ്സിലായത് ജീവനില്ല, മരിച്ചു കിടക്കുക. പോലെ മരിച്ചു കിടക്കുന്നവരെ നോക്കാനുള്ള സമയമല്ല ഇത്. ഇട്ടേച്ച് പോലെ എന്ന് പറഞ്ഞാൽ ഇട്ടേച്ച് പോകും. പക്ഷെ അങ്ങനെ ഇട്ടേച്ച് പോകുമ്പോഴും ഒരു 10 സ്റ്റെപ്പ് മുന്നോട്ട് പോയി അതിൽ ഒരാൾ ഇത് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അയാൾ നോക്കിയിട്ട് അയാൾ മനസ്സിൽ പറയുന്നുണ്ട്, ഇതെന്താ ഇവർ ഇങ്ങനെ കിടക്കുന്നേ, ഇവിടെ കിടന്ന ശവശരീരങ്ങളെല്ലാം ഇങ്ങനെയല്ലല്ലോ കിടക്കുന്നത്, ഇവർ മാത്രം ഇങ്ങനെ കിടക്കാൻ കാരണം അതിലെന്തൊരു പ്രത്യേകതയുണ്ടല്ലോ, അത് നോക്കണമല്ലോ എന്ന് കരുതി അവർ തിരിച്ചു വന്ന് ആ മുട്ടുകുത്തി കിടക്കുന്ന ആ ശവശരീരത്തെ നിവർത്തി കിടത്തിയപ്പോഴാണ് മനസ്സിലായത് അവരുടെ തലയുടെ ഇവിടെ വലിയൊരു സ്ലാബ് വന്ന് ആ സ്ലാബ് അടർന്നു വീണ് അവരുടെ നെറ്റിയുടെ പകുതി ഭാഗം അടർന്നു പോയിരിക്കുന്നു, തലച്ചോറ് ചിതറിപ്പോയിരിക്കുന്നു. പക്ഷെ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നത് കൊണ്ട് അത് കാണുന്നില്ല. വലിയൊരു സ്ലാബ് വന്ന് വീണിട്ട് തല പിളർന്നു പോയിരിക്കുന്നു. നമ്മൾ തിരിഞ്ഞു കിടക്കുന്നതുകൊണ്ട് കാണാത്തെ, പക്ഷെ അങ്ങനെ കിടക്കുമ്പോഴും നെഞ്ചോട് ചേർത്ത് മാറോട് ചേർത്ത് ഇങ്ങനെ മുറുകെ പിടിച്ച എന്തോ ഒരു സാധനം, ഒരു കമ്പിളി പുറത്ത് ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. വളരെ പ്രയാസപ്പെട്ട് ആ കമ്പിളി പുറപ്പെടുത്ത് പുറത്തെടുത്ത് എന്താണെന്ന് തുറന്നു നോക്കിയപ്പോഴാണ് കാണുന്നത് അതിനകത്ത് 1-2 മാസം മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞ്. അവനൊന്നും സംഭവിച്ചിട്ടില്ല, അവൻ സുഖമായിട്ട് ഉറങ്ങാണ്. അവൻ നടന്ന കോലാഹലങ്ങളൊന്നും അവൻ അറിയില്ല. അവൻ താമസിച്ച വലിയ ബിൽഡിംഗ് ഉണ്ട്, വലിയ കെട്ടിടം, ആ കെട്ടിടം നിലം പൊത്തിയത് അവൻ അറിയില്ല. അവൻ ഇത്ര മാത്രമേ അറിയൂ, അവൻ ദാഹിച്ച് കരയുമ്പോ, അവൻ വിശന്ന് കരയുമ്പോ ആ കരച്ചിൽ കേൾക്കുന്ന ആ മാത്രം ഒറ്റ സെക്കൻഡിൽ ആ കരച്ചിൽ കേൾക്കുമ്പോ ഓടിയെത്തുന്ന ഒരാളുണ്ടായിരുന്നു. ഓടിയെത്തി അവനെ കോരിയെടുത്ത് അവരെ മാറിയ അമൃത കുംഭങ്ങളോട് അവനെ ചേർത്ത് വെച്ച് അവന്റെ ചുണ്ടിലേക്ക് അമൃത് പകർന്നു കൊടുക്കുന്ന അവന്റെ ഉമ്മ മരിച്ചു പോയിരിക്കുന്നു എന്നും അവൻ അറിയില്ല. കാരണം ആ കമ്പിളി പുതപ്പിലൂടെ പകർന്നു കൊടുത്ത ആ അമ്മ പകർന്നു കൊടുത്ത ചൂട് അപ്പോൾ അവസാനിച്ചിട്ടില്ല. ആ സ്ലേബ് വന്ന് തലയിൽ വന്ന് വീണ് തല പിളർന്നു പോയപ്പോഴും ആ അമ്മ ആ പിടിവിട്ടില്ല. ആ അമ്മ പറഞ്ഞു, മരണം വേണമെങ്കിൽ എന്നെ കൊണ്ടുപോയിക്കോ, എന്നെ കൂട്ടിക്കൊണ്ടുപോയിക്കോ, പക്ഷേ എന്റെ കുഞ്ഞിനെ ഒരു മരണത്തിനും ഞാൻ വിട്ടുതരില്ല, എന്റെ കുഞ്ഞിനെ ഒരു മരണത്തിനും ഞാൻ വിട്ടുതരില്ല. ചേർത്ത് പിടിച്ചിരിക്കുക. ആ സ്നേഹം വന്ന് വീണപ്പോഴും ആ പിടിവിട്ടില്ല. അതാണ് അമ്മ. അവർ മരിച്ചാലും സ്വന്തം കുഞ്ഞിനെ കൊടുക്കില്ല. ആ മരിക്കുമ്പോഴും ആ ഉമ്മ അവസാനം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, മോനെ നീ രക്ഷപ്പെടും, നീ രക്ഷപ്പെടുമ്പോ നീ ഓർക്കണം, നിന്റെ ഉമ്മ നിന്റെ അമ്മ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ആ അമ്മയുടെ പ്രാധാന്യം എത്ര പറഞ്ഞാലും മനസ്സിലായി മക്കളെ. ഒരു പക്ഷെ ഞാൻ പറഞ്ഞ ആ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഇപ്പൊ അടുത്ത കാലത്താണ് ഞാൻ അത് പറഞ്ഞത്. ഞാൻ അധികം വേദികളിലൊന്നും അത് പറയേണ്ടി വന്നിട്ടില്ല, എന്റെ ഓർമ്മയിലും വന്നിട്ടില്ല. പക്ഷെ എന്റെ വീടിനടുത്തുള്ള പ്രധാനപ്പെട്ട വിദ്യാലയത്തിൽ ഒരു 16-കാരൻ അച്ഛനോടും അമ്മയോടും വഴക്കിട്ട് അവർക്ക് അച്ഛനും അമ്മയ്ക്ക് ഞാനൊരു പണി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തപ്പോ ജീവിതകാലം മുഴുവൻ ആ വേദനയിൽ നേരി കഴിയുന്ന ആ മാതാപിതാക്കളുടെ വേദന എന്റെ മനസ്സിൽ ഞാൻ കാണുകയാണ്. അത് ഞാൻ കണ്ടത് എന്നെ അറിയോ, എന്റെ വീട്ടില് 52 കൊല്ലം മുമ്പേ, നിങ്ങൾ ചിലപ്പോ വീഡിയോ കണ്ടിട്ടുണ്ടോ, ഇവിടെ കൂടി പറയാം, 52 കൊല്ലം മുമ്പേ മരിച്ചു പോയൊരു ഏട്ടനുണ്ടായിരുന്നു, ജ്യേഷ്ഠനുണ്ടായിരുന്നു എനിക്ക്. 52 കൊല്ലം മുമ്പേ മരിച്ചു പോയി. മൂന്നാമത്തെ വേദിയിൽ എനിക്ക് പറഞ്ഞത്, 2 വേദിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 52 കൊല്ലം മുമ്പേ മരിച്ചുപോയ ആ ജ്യേഷ്ഠന്റെ 5 വയസ്സുള്ളപ്പോ മരിച്ചുപോയ ആ ജ്യേഷ്ഠന്റെ ഒരു ഷർട്ട് ഇപ്പോഴും എന്റെ അമ്മയുടെ ബെഡിനടിയിലുണ്ട്. അമ്മ തല വെച്ച് കിടക്കുന്ന ബെഡിനടിയിൽ ഒരു ഷർട്ട് ഉണ്ട്. 52 വർഷമായി. വിഷു വരുമ്പോ രാവിലെ 3:30 മണിക്ക് എണീറ്റ് ആ വിഷു കണി കണ്ടിട്ട് വിഷു കൈനീട്ടം തരും അമ്മ ഞങ്ങൾക്ക്. പ്രായമുള്ളവരാണ് വിഷു കൈനീട്ടം തരിക.
ആ വിഷുക്കൈനീട്ടം നമ്മൾ ഏറ്റുവാങ്ങി ആ കാൽ തൊട്ട് വർദ്ധിച്ച് ആ വിഷുക്കൈനീട്ടം വാങ്ങുക, അതാണ് ഒരു ചടങ്ങ്. ആ വിഷുക്കൈനീട്ടം ഞങ്ങൾക്ക് തരുമ്പോ ആ വിഷുക്കൈനീട്ടം ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ അമ്മ ആദ്യം തരുന്നത് ഒരു 100 രൂപ നോട്ടെടുത്ത് എന്റെ മരിച്ചുപോയ ഏട്ടന്റെ ആ ഷർട്ടിന്റെ പോക്കറ്റിനകത്ത് 100 രൂപ നോട്ട് വെച്ചു കൊടുത്തതിന് ശേഷമാണ് അമ്മ ഇപ്പോഴും ഞങ്ങൾക്ക് വിഷുക്കൈനീട്ടം തരുന്നത്. 52 കൊല്ലമായി. എത്ര വർഷം കഴിഞ്ഞാലും അവർ മരിക്കുന്നവരെ മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളെ വേർപാട് സഹിക്കാൻ പറ്റില്ല. അത് ഏത് തരത്തിലുള്ള വേർപാടായാലും അതാണ് അമ്മ, അതാണ് ഉമ്മ. ഞാൻ പറഞ്ഞു വന്നത് ആ അമ്മയുടെ, ആ ഉമ്മയുടെ, നമ്മുടെ മാതാപിതാക്കളുടെ ഒരു തുള്ളി കണ്ണീര് പോലും നമ്മൾ കാരണം ഈ ഭൂമിയിൽ വിടാൻ ഇടവരാൻ പറ്റുമോ? നിങ്ങൾ പറ, പറ്റുമോ? നിങ്ങളുടെ ഉമ്മയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ ഇല്ലേ? എല്ലാവരുടെ ഉമ്മമാരും ഇവിടെ ഇല്ലല്ലോ, എവിടെയോ തിരുവനന്തപുരത്ത് കൊല്ലത്തൊക്കെയുള്ള ആൾക്കാർ ഉണ്ടായിരിക്കാം. എന്റെ ഉമ്മ, ആ ഉമ്മ ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട്. എന്റെ മോൻ രാവിലെ ഭക്ഷണം കഴിച്ചോ ആണോ, എന്റെ കുട്ടിക്ക് തലവേദന ഉണ്ടായിരുന്നു ഇന്നലെ, ഇന്ന് അവിടെ ടെസ്റ്റ് ഒക്കെ ഉള്ളതാണ്, എന്റെ കുട്ടി ആ ടെസ്റ്റ് കഴിയുമ്പോഴേക്കും എന്റെ കുട്ടി ക്ഷീണിച്ചോ എന്ന് ഒരു മനസ്സ് ഇപ്പോഴും നിങ്ങളുടെ പുറകിലുണ്ട്. നിങ്ങൾ അറിയാത്തൊരു മനസ്സ്, അതാണ് ഉമ്മ. എന്ന് കേട്ടോളൂ മക്കളെ. ഞാൻ പറഞ്ഞ് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ റൗഫക്കാന്റെ വീട് കുറ്റിപ്പുറം, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. കുറ്റിപ്പുറം ഞങ്ങളുടെ ഓഫീസ് കുറ്റിപ്പുറമാണ്. കുറ്റിപ്പുറത്ത് പൊന്നാനിക്ക് പോണ ഒരു റൂട്ട് ഉണ്ട്. ആ റൂട്ട് ഒരു ഹൈവേ റൂട്ടാണ്. ആ റൂട്ടിലൂടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജീപ്പ് ഓടിച്ചിട്ട് ഞാനാണ് ഓടിങ്ങനെ ഇങ്ങനെ പോവാണ്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ സാർ ഇടതുഭാഗത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോള്, അതായത് CI സാറുടെ ഫോണിൽ എനിക്ക് ഒരു കോള് വന്നു. ആ കോൾ അദ്ദേഹം എടുത്തു. ഒരു സ്ത്രീയാണ് വിളിക്കണേ. ഈ സ്ത്രീയുടെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ നമ്പർ അവരുടെ കയ്യിലുണ്ട്. അത് ഉണ്ടാവാനുള്ള ഒരു അവസരം തൊട്ട് മുമ്പേ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞിരുന്നു. ഈ സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഒന്ന് പെട്ടെന്ന് ഓടി വാ സാറേ, എന്റെ വീട് വരെ ഒന്ന് പെട്ടെന്ന് ഓടി വരണം. സാറേ ചോദിച്ചെന്താ കാര്യം? അതൊന്നും പറയാൻ സമയമില്ല സാറേ, എന്നെ രക്ഷിക്കും സാറേ എന്നൊരു ശബ്ദം കേട്ടു. പിന്നെ എന്തോ ഒരു ശബ്ദം കേട്ടു. ഫോണ് അടിച്ച് തെറിപ്പിച്ചതാണോ അല്ലെങ്കിൽ തന്നെ തെറിച്ചതാണോ, എന്തോ ഒരു ബഹളം കേട്ടു. പിന്നെ അങ്ങനെ തലയ്ക്കുന്ന ശബ്ദമൊന്നുമില്ല. ഞങ്ങൾ അറിയുന്ന വീടാണ്. ഭാഗ്യവശാൽ അന്ന് തൊട്ടടുത്ത് ഞങ്ങൾ ആ പരിസരത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾ പഴഞ്ഞിയിലോ അല്ലെങ്കിൽ വെളിയങ്കോടോ പൊന്നാനിയിലോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ഭാഗ്യവശാൽ അന്ന് തൊട്ടടുത്തുള്ളത് കൊണ്ടും ഈ വീട് ഞങ്ങൾക്ക് അറിയുന്നത് കൊണ്ടും 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആ വീട്ടിലെത്തി. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഞങ്ങൾ കണ്ട കാഴ്ച മക്കൾ കേട്ടോളൂ. ആ വിളിച്ച സ്ത്രീയും അവരും ഒരു ഉമ്മയാണ്. അവരൊരു ഉമ്മയാണ്. ഈ ഉമ്മയുടെ കഴുത്തിന്, ഇടത്തെ കൈകൊണ്ട് ഈ ഉമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവരുടെ മകൻ ഈ ഉമ്മയെ തള്ളിക്കൊണ്ടുപോയി ചുമരിനോട് ചേർത്ത് നിർത്തി ഇങ്ങനെ കുത്തിപ്പൊന്തിക്കുകയാണ്. അതത്ര ഉയരെയുള്ള സ്ത്രീക്ക്, ഒരു പാവപ്പെട്ട സ്ത്രീ, ആ സ്ത്രീ ശ്വാസം കിട്ടാതെ പെടയുന്നുണ്ട്. ഈ മകൻ ഉമ്മയോട് പറയുന്ന വാക്കുകൾ എനിക്ക് ഈ മൈക്കിലൂടെ എന്നല്ല, എനിക്ക് അല്ലെങ്കിലോ എനിക്കിത് പറയാൻ വയ്യ. സ്വന്തം മാതാപിതാക്കളോട് എന്നൊരു വാക്കുപോലും ഉച്ചരിക്കരുത് എന്ന് പഠിച്ചവരാണ് നമ്മൾ, അല്ലേ? സ്വന്തം മാതാപിതാക്കളോട് എന്നൊരു വാക്ക് പോലും പറയരുത് എന്നിട്ടാണ്. അപ്പൊ ഈ മകൻ പറയുന്ന വാക്കുകൾ എന്താണെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ വയ്യ. അത്രയും മോശമായ വാക്കുകൾ പറയുന്നത്. എന്നിട്ട് വളരെ ചുരുട്ടിയിട്ട് ഈ അമ്മയുടെ അടിവയറിൽ ഇടിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ പുറകോട്ട് എടുക്കുന്ന ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുക. ഇങ്ങനെ കുത്തിപ്പിടിച്ച് പൊന്നിച്ച് കൈ ഇങ്ങനെ ഇടിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് പിടി പിടിച്ചു. അത് പെട്ടെന്ന് പിടിവിട്ടു. ഒരു പക്ഷേ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ആ ഇടി എവിടെ കിട്ടുക? ഇവിടെ അവിടെയാണ് നമ്മൾ കിടന്നേ. 9 മാസക്കാലം ഞാനും നിങ്ങളും, നിങ്ങളെ ഏറ്റവും ആരാധ്യനായ നമ്മുടെ ബഹുമാനപ്പെട്ട റൗഫുള്ളാഹിക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എല്ലാ മനുഷ്യരുണ്ടായിരുന്നു അങ്ങനെ ഒരു അവസ്ഥ. ഒരു 9 മാസക്കാലം ഉമ്മയുടെ ഉദരത്തിനകത്ത് കിടന്നവരാണ് നമ്മളെല്ലാം, അല്ലേ? ആ സമയത്ത് നമുക്ക് വേണ്ടതൊക്കെ നമ്മുടെ ഉമ്മ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട സ്നേഹം, നമുക്ക് വേണ്ട ശ്വാസം, നമുക്ക് വേണ്ട ആഹാരം ഒക്കെ തന്നിട്ടുണ്ട്, അല്ലേ? ഒരു കേബിൾ വയറിലൂടെ നമ്മളെ ബന്ധിപ്പിച്ചിരുന്നു ഉമ്മയായിട്ട്. അല്ലെങ്കിൽ പരാതി ഉണ്ട്, എന്റെ ഉമ്മ എനിക്ക് ഒന്നും തന്നിട്ടില്ല, പട്ടിണിക്ക് ഇടയിരുന്നു എന്ന് പരാതി ആരെങ്കിലും ഉണ്ടാവും? എല്ലാം തന്നിട്ടുണ്ട്. അവർക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ശരീരം മൊത്തം വേദനയാണ്, നടന്ന് നടക്കാൻ വയ്യ, ചെരിഞ്ഞ് നടക്കാൻ വയ്യ. മലന്ന് നടക്കുമ്പോ അയ്യോ എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, എന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ, ചെരിഞ്ഞ് നടക്കുമ്പോ അയ്യോ എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെ കൊണ്ടു നടന്നതാണ്. അവനും കിടന്നിട്ടുണ്ട് ആ ഗർഭപാത്രത്തിന്റെ അതിരിട്ടിട്ടാണ് ഇവരിക്കുന്നത്. എത്ര വയസ്സുള്ള ആളാണെന്ന് അറിയുമോ? നിങ്ങളുടെ മനസ്സിലും ആ ചിത്രമുണ്ട്. സ്വന്തം ഉമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്ന മകന്റെ ചിത്രം.
25, 30, 40 വയസ്സുള്ള ഒരാളാണ് എന്നാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ അത് മാറ്റി വെച്ചോളൂ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അവന് വെറും 14 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു വിദ്യാർത്ഥിയാണ് ആ ഇത്ര പേരുടെ ആ പാവപ്പെട്ട ആ സ്ത്രീയോട് ആ ക്രൂരത ചെയ്യുന്നത്. എനിക്ക് അറിയാവുന്ന ഒരു സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് സ്വന്തം ഉമ്മയോട് ഈ ക്രൂരത ചെയ്യുന്നത്. എങ്ങനെ ആർക്കെങ്കിലും സാധിക്കുമോ? സ്വന്തം ഉമ്മയോട് എന്നൊരു വാക്ക് പോലും പറയരുത് എന്ന് പഠിച്ച് നമ്മൾക്ക് ഉമ്മയെ ഉപദ്രവിക്കാൻ എങ്ങനെ സാധിക്കുന്നു? അത് ഒറ്റ കാരണമേ ഉള്ളൂ, അവന് ബോധമുണ്ടായിരുന്നില്ല. ഈ ബോധം കളയുന്ന സാധനമാണ് എന്ത്? മാരകമായ മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു കുട്ടിയാണ്. 9ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേ അവൻ മാരകമായ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയി. അതാണ് സ്വബോധമുള്ള പോലെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് കാണുന്നവരാണ് ഞങ്ങൾ. ഇത് കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കാൻ വരാൻ വേണ്ടി ഞങ്ങൾ വിളിക്കണം. ഇതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഒരുപാട് ഭ്രാന്തന്മാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അതിലേക്ക് വഴി പിഴച്ചു പോകാനുള്ള ഏറ്റവും സാധ്യത കൂടിയ ഒരു പ്രായത്തിലാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും ജാഗ്രതയാവണം, അത്രയേ ഉള്ളൂ. അതാവാൻ വേണ്ടിയില്ല. ഇത് കടന്നു പോയാൽ എന്തൊക്കെ സംഭവിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓർത്തത്. ഞാനൊരു ക്ലാസ്സിൽ വന്നപ്പോ ഇത് റെക്കോർഡ് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഞാനത് പറയാണ്. ഞാൻ ഓർത്തത് ഇതുപോലെയല്ല 100-500 കുട്ടികൾ ഇരിക്കുന്ന ഒരു സ്കൂളിലെ ഒരു പരിപാടിയിൽ ഞാൻ പോയി. റഫുക്ക ഇത് കേൾക്കുമ്പോ റഫുക്ക ഞങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. എക്സൈസുകാരും പോലീസുകാരൊക്കെ കുടിയന്മാരാണ്, ലഹരി ഉപയോഗിക്കുന്നവരാണെന്നൊന്നും തെറ്റിദ്ധരിച്ച് കളയരുത്. ഒരിക്കലും അങ്ങനെ കരുതരുത് കേട്ടോ. ഞാൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ അപകീർത്തിപ്പെടുത്താനേ അല്ല പറയുന്നത്. എല്ലാ സമൂഹത്തിലും കുടിക്കുന്നവരൊക്കെ ഉണ്ട്, അല്ലെ? എല്ലാ സമൂഹത്തിലും ഉണ്ട്. അതുപോലെ ചിലപ്പോൾ എക്സൈസിന് കുറേശ്ശൊക്കെ ഉണ്ടായേക്കാം. പഴയ കാലത്തൊക്കെ ഒരുപാട് പേര് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അഭിമാനപൂർവ്വം നിവർന്നു നിന്ന് ഞങ്ങൾ പറയും 95% പേരും മദ്യപിക്കാത്തവരാണ്, ലഹരി ഒന്നും ഉപയോഗിക്കാത്തവരാണ്. 5% ഉണ്ടായേക്കാം. അതില്ല എന്ന് വലിയ പുണ്യാളനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഉണ്ടായേക്കാം. പക്ഷെ കേട്ടോളൂ, ഞാൻ ജോലി ചെയ്ത ഒരു ഓഫീസിന്റെ ഹെഡ് ഇൻസ്പെക്ടർ, വീണ്ടും ഞാൻ പറയട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. ആ മനുഷ്യന്റെ ഒരു കുഴപ്പം കൊണ്ടല്ല പറയണേ, ഇത് മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ഓഫീസിന്റെ ഹെഡാണ്, ഇൻസ്പെക്ടറാണ്. ആൾ നല്ല മനുഷ്യനാണ്. പക്ഷെ എന്താ കുഴപ്പം അറിയോ? വളരെ ചെറുപ്പത്തിൽ ശീലിച്ചു പോയതാണ്, എന്തോ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയതാണ്. രാവിലെ 2 പെഗ് അടിച്ചാലേ എണീറ്റ് നിൽക്കാൻ പറ്റും, കൈയും കാലും പറിക്കും. എന്ത് ചെയ്യാനാണ്? ഒരു മനുഷ്യനാണ്, ഇൻസ്പെക്ടറാണെന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ, അങ്ങനെ ആയിപ്പോയി. അപ്പൊ രാവിലെ ഞങ്ങൾ 8 മണിക്ക് ഓഫീസിൽ വരും. എന്നിട്ട് ഈ സാറിന് സല്യൂട്ട് ചെയ്യും. സല്യൂട്ട് ചെയ്തിട്ടാണ് കയറി പോവാ. 8 മണിക്ക് വരാനേ കണക്കുള്ളൂ, തിരിച്ചു പോകാൻ കണക്കൊന്നുമില്ല. കാരണം പോലീസിന്റെ എക്സൈസിന്റെ ഒക്കെ ജോലി അങ്ങനെയാണ്. ഞങ്ങളൊക്കെ അങ്ങനെ സമയം നോക്കി ജോലി ചെയ്താൽ ഈ സമൂഹം ആകെ, അല്ലെ, അങ്ങനത്തെ ചുറ്റുപാടുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് സമയം നോക്കാതെ ജോലി ചെയ്യേണ്ടി വരും. അത് അങ്ങനെയാണ്. പക്ഷെ രാവിലെ 8 മണിക്ക് വരണമെന്നാണ് കണക്ക്. ചിലപ്പോ രാവിലെ തിരക്കൊന്നുമില്ല, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ ഒരു 8:30 മണിയാകുമ്പോ കയറി വരും. വന്ന പാടെ സല്യൂട്ടാണ് ചെയ്യും. നല്ലൊരു സല്യൂട്ടാണ് കൊടുത്താൽ ഒരു അരമണിക്കൂറൊക്കെ അഴിക്കോട് പോരും എന്ന് വിചാരിച്ച് നിങ്ങൾ ക്ലാസ്സിന് 9 മണിക്ക് തുടങ്ങേണ്ട കുൻഫു ക്ലാസ്സിന് സാറിന്റെ മുന്നിലേക്ക് 9:30 വന്നിട്ട് സാറെ ഞാൻ കുറച്ച് വൈകിട്ടെന്ന് പറഞ്ഞ് സല്യൂട്ട് കൊടുത്താൽ മൂപ്പര് സമ്മതിക്കുന്നില്ല. എന്തായാലും സല്യൂട്ടിന് അങ്ങനെ ഒരു വില ഉണ്ട്. അവർ രാവിലെ തന്നെ സല്യൂട്ടൊക്കെ കൊടുക്കും. സല്യൂട്ടൊക്കെ മടക്കിയാൽ മൂപ്പര് കുറച്ച് നമ്മൾ ഓർമ്മ വരിക, ഇവരെപ്പോഴാ വന്ന് 8:30 ഇവിടെ അവിടെ ഇത് തോന്നുമ്പോ കയറി വരാൻ, ഇത് മാർക്കറ്റാണ് അവിടെ എന്നൊക്കെ ചോദിക്കും. നല്ല മനുഷ്യനാണ്, പാവാണ്. പക്ഷെ ഒരു ദിവസം രാവിലെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ സാറ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വിളിച്ചിട്ട് ഞങ്ങളുടെ ഇൻസ്പെക്ടർക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇൻസ്പെക്ടറെ ഇന്ന സ്കൂളിലെ പേരൊന്നും പറയുന്നില്ല, പിന്നെ ആ പരിസരം ആരെന്ന് മനസ്സിലാവുന്നതായിട്ടാണ് ഞാൻ പറയാത്തത്. സ്കൂളിൽ ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നുണ്ട്, ലഹരി വിരുദ്ധ ക്ലബിന്റെ ഉദ്ഘാടനമാണ്. അപ്പൊ ഞാനാണ് ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലാമെന്ന് ഏറ്റത്. പക്ഷെ എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോയി ഉദ്ഘാടനം ചെയ്യണം. ആരോടാ പറയണേ? രാവിലെ നമ്മൾ അടിച്ചു വന്നിരിക്കുകയാണ് മൂപ്പര്. ഫോണല്ലേ, ലാൻഡ് ഫോണാ. ഞങ്ങൾ ചോദിച്ചു, എന്താ സാറേ? അല്ല, എന്നോട് ഉദ്ഘാടനം ചെയ്യാനേ. അതിലിപ്പോ എന്താ സാറേ? എന്തോ ഉദ്ഘാടനം ചെയ്യുന്ന നമുക്കറിയോ? ഇല്ല, ലഹരി വിരുദ്ധ ക്ലബ്ബ്. ഞാൻ പറഞ്ഞു, സാറേ CI സാർ പറഞ്ഞതല്ലേ കേൾക്കണ്ടേ? അത് അനുസരിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ? സാറൊരു കാര്യം ചെയ്യൂ, യൂണിഫോം ഇടൂ, വരൂ, എന്നിട്ട് വേദിയിൽ അവിടെ പോയി ഇരിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, വായ തുറക്കരുത്. ഗൗരവത്തിൽ അത് ഇരുന്നോളൂ സാറ്. ഉദ്ഘാടന സമയമാകുമ്പോൾ ഉദ്ഘാടനം ഞാൻ ചെയ്തോളാം. ഞാൻ പറയാം, സാറിന് സുഖമില്ല, തൊണ്ടയ്ക്ക് സുഖമില്ല, സംസാരിക്കാൻ വയ്യ, അതുകൊണ്ട് അദ്ദേഹം വന്നു എന്നേ ഉള്ളൂ, ഉദ്ഘാടനത്തെ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ ഒരു ഡീലൊക്കെ ഉറപ്പിച്ച് ഞങ്ങൾ അവിടുന്ന് പോകും.
മൂപ്പര് അങ്ങനെ തലക്കിൽ വന്നിരുന്നു. അതിന്റെ പുറത്ത് ഞാൻ ഉണ്ട്, ഇപ്പുറത്തെ HM ഉണ്ട്, ഇപ്പുറത്തെ PTA പ്രസിഡന്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. വലിയ സദസ് 500 കുട്ടികളുടെ വലിയ പരിപാടിയാണ്, നല്ല സെറ്റപ്പ് പരിപാടിയാണ്. പക്ഷെ ഈ കുടിച്ച സാധനത്തിന്റെ മണം അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. വായ തുറന്നിട്ടില്ല, എന്നിട്ട് മണം വരുന്നുണ്ട്. അത് HM-ന് അത് കിട്ടി. HM പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പതുക്കെ ചോദിച്ചു, അത് ഗണേഷ് എന്ത് പരിപാടിയോട് എന്തൊരു മണം വരാണ്, ഞാൻ എന്താ ഈ കോലത്തിൽ വന്നിരിക്കണം, അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് കൂടി കൂടി വരികയാണ്. ഇത് പറഞ്ഞു, ഗണേശന്റെ ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടത് ലഹരി വിരുദ്ധ ക്ലബ്ബാണ്, ഉദ്ഘാടനം ചെയ്യാനല്ല വിളിച്ചേ. ഈ കോലത്തിലാണോ ഈ മനുഷ്യൻ വന്നിരിക്കണേ? എന്റെ മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ശബ്ദം ഇങ്ങനെ കയറി കയറി വരിക. ഇത് അലമ്പാവുമെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, സാറേ പ്ലീസ് 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 ശബ്ദം കുറയ്ക്കൂ, ഒരു അബദ്ധം പറ്റിയതാണ്, അദ്ദേഹം ഒന്നും വിട്ടില്ല. ഈ മണം അങ്ങോട്ട് കുട്ടികളെ ഇടയ്ക്കൊന്നും പോവില്ല. സാറ് തൊട്ടടുത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് ഈ മഴ അടിച്ചത്, അതുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചാൽ മതി, പ്രശ്നമാക്കരുത് എന്ന് പറഞ്ഞു. അധികം ദേഷ്യത്തോടെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞപ്പോ ഉദ്ഘാടനം ചെയ്യാൻ മിസ്റ്റർ ഗണേശനെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ദേഷ്യത്തില പറയണേ. അപ്പൊ ദേഷ്യം മാറിയിട്ടില്ല. ഞാൻ ഡീൽ ഉറപ്പിച്ചല്ലേ, ഞാൻ ചാടി എണീറ്റു. പക്ഷെ അതുവരെ പറഞ്ഞ ഡീലൊക്കെ നമ്മുടെ ഇൻസ്പെക്ടർ മറന്നിരിക്കുന്നത്. അപ്പോഴാണ് തലയ്ക്ക് സ്ഥാനം ശരിക്കും പിടിച്ചത്. ഞാൻ എണീറ്റപ്പോ എന്നെ അടിമുടി നോക്കി, ഇടടെ നീ ഇൻസ്പെക്ടർ, ഞാൻ ഇൻസ്പെക്ടർ, ഞാനാണെങ്കിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യും, തലയിരിക്കുമ്പോ ബാലാവണ്ട. ഞാൻ പറഞ്ഞു, സാർ ഉദ്ഘാടനം ചെയ്യും, ഞാൻ ഉറപ്പിച്ച് എന്റെ പണിയും പോയി, ആളുടെ പണിയും പോയി. ഈ മൈക്കിലൂടെ എന്തൊക്കെ വിളിച്ച് പറയുന്നത് പറയാൻ പറ്റുമോ? ബോധമില്ലല്ലോ. അത് ഇൻസ്പെക്ടർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. എല്ലാ ചാനലിലും ഇത് വരും, ഇതുപോലെ ആരെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അവസാനം എല്ലാ ചാനലിലും വരും, എന്താ പറയാ, മദ്യപിച്ച് മതോന്മത്തരായി 2 എക്സൈസുകാർ ലഹരി വിരുദ്ധ ക്ലബ്ബ് ഉദ്ഘാടനം. നല്ല ന്യൂസാണ്. എന്ത് ലഹരി വിരുദ്ധ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ മദ്യപിച്ച് മതോന്മത്തരായി 2 എക്സൈസുകാർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കുടിച്ചില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എന്റെ പണിയും പോയി, ആളുടെ പണിയും പോയി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് ഒരു മാർഗം എന്റെ പണി കളയല്ലേ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ മനുഷ്യൻ വന്ന് ഈ മൈക്ക് പിടിച്ചു, ഇങ്ങോട്ട് തിരിച്ചു, ഒരു അങ്ങോട്ട് തിരിച്ചു. അങ്ങനെ 4 സെന്റൻസേ പറഞ്ഞുള്ളൂ. വേദിയിലിരിക്കുന്ന ആരെയും അഭിസംബോധന ചെയ്തില്ല. അദ്ദേഹം ഈ സദസ്സിലിരിക്കുന്ന 500 കുട്ടികളുണ്ട്, 500ഓളം മക്കളെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ പൊന്നു മക്കളെ, മദ്യപാനത്തിന്റെ ലഹരിയുടെ ദുരന്ത സാക്ഷിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ. മനസ്സിന്റെ പ്രഖ്യാപിക്കുക. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ പ്രായത്തിൽ ഒരു തമാശയ്ക്ക് വേണ്ടി ഒരു ഇത്തിരി കുടിച്ചിട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ എന്റെ അവസ്ഥ എന്താണെന്ന് അറിയോ? രാവിലെ 2 പേർക്ക് കഴിച്ചില്ലെങ്കിൽ എന്റെ കൈകാല് പറയ്ക്കും, എനിക്ക് നിൽക്കാൻ വയ്യ, ഞാൻ വീണ്ടും പോകും. ഇന്ന് പോലും കുടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കണേ, കുടിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കണേ. ആ കണ്ണടക്ക് എടുത്തൊന്ന് താഴത്ത് വെച്ചു. ഒരു നിമിഷ നേരം നിശബ്ദനായിട്ട് അദ്ദേഹം പറഞ്ഞു, കൂടി വന്നാൽ 6 മാസമേ ഇനി ഞാൻ ജീവിച്ചിരിക്കൂ എന്ന് എനിക്കറിയാം. അത്ര എനിക്ക് ആയുസുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എന്നെ പോലെ ഒരിക്കലും നിങ്ങൾ ആവരുത് മക്കളെ, എന്നെ പോലെ ഒരിക്കലും നിങ്ങൾ ആവരുത് മക്കളെ. ഇതാ ഈ ലഹരി വിരുദ്ധ ക്ലബ്ബ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്ത എന്റെ പ്രിയപ്പെട്ട ഇൻസ്പെക്ടർ 6 മാസം പോയിട്ട് 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പട്രോളിംഗ് പോവാണ്, ഞാനാണ് വാഹനം ഓടിക്കണേ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അദ്ദേഹം എന്റെ കാലൊന്ന് തട്ടിപ്പോ വാഹനം നിർത്താനെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വാഹനം ജീപ്പ് പെട്ടെന്ന് ചവിട്ടി നിർത്തുകയാണ്. ആ നിർത്തുന്ന സമയത്ത് വണ്ടി നിന്നില്ല എന്ന അവസ്ഥയിൽ അദ്ദേഹം ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ വായ പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. ആ പൊത്തിപ്പിടിച്ച വായ വണ്ടി നിർത്തിയപാടെ പുറത്തേക്ക് ഛർദ്ദിച്ച് മുഴുവൻ രക്തമായിരുന്നു. നേരെ തൊട്ടടുത്തുള്ള വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് വലിയൊരു മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ICU കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആ ICU കയറി കാണാൻ വേണ്ടി എനിക്കൊരു അവസരം കിട്ടിയപ്പോ ഞാൻ അദ്ദേഹം കുറെ തെക്ക് ഭാഗത്തുള്ളതാണ്, അദ്ദേഹത്തിന്റെ വീട് കുറെ തെക്ക് ഭാഗത്താണ്, അദ്ദേഹത്തിന്റെ വീട്ടുകാരൊന്നും എത്തിയിട്ടില്ല. ഞാൻ ICU കയറി ഞാൻ ചെന്നപ്പോ ഒരുപാട് വലിയ ICU ഒരുപാട് വലുതാണ്. അങ്ങനെ തലക്കിലാണ് അദ്ദേഹം കിടക്കണേ. നല്ല ബോധമുണ്ട്. എന്നെ കണ്ട പാടെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, ഞാൻ കാണിച്ചു. അപ്പൊ എനിക്കൊരു ആശ്വാസമായി. വലിയ കുഴപ്പമൊന്നുമില്ല, സ്വബോധമൊക്കെ ഉണ്ട്, നല്ല ബോധമുണ്ട്. അടുത്ത് ചെന്നപ്പോ ഗണേശോ കുഴപ്പമൊന്നുമില്ലടാ. ഇത് കേട്ടപ്പോ എനിക്ക് അതിന് വലിയൊരു ആശ്വാസമായി. വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അദ്ദേഹം തന്നെ പറയല്ലേ, കുഴപ്പമൊന്നുമില്ലടാ, കരഞ്ഞു പോയതാ. ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, സ്വന്തം കരട് പോയത് ഒരു മനുഷ്യൻ ഇത്ര ലാഘവത്തോടു കൂടി പറയാണ്, കരട് പോയതാ. അവിടുന്ന് അങ്ങോട്ട് ചില സിനിമയിൽ രംഗങ്ങൾ മാറുന്ന പോലെ ഗ്രാഫ് ഇങ്ങനെ മാറി വരുന്നത് ഞാൻ കാണുന്നു. കരട് പോയതാ, കഴിഞ്ഞു, ഇല്ല, കഴിഞ്ഞു. അവസാനം പൊട്ടി കരയാണ് അദ്ദേഹം. ഞാൻ പറയാ, വളരെ ലാഘവത്തോടു കൂടി ചിരിച്ചു പറഞ്ഞ മനുഷ്യന്റെ ആ ഗ്രാഫ് മാറി സെക്കൻഡ് വെച്ച് മാറിയിട്ട് പറയാ, കഴിഞ്ഞു.
എന്റെ മോൾക്ക് 5 വയസ്സേ ഉള്ളൂ, അവളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം. അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്, അവൻ ഏറ്റവും ഇഷ്ടം അവർക്ക് എന്നെയാണ്, അവളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അദ്ദേഹം പൊട്ടി പൊട്ടി കരയാണ്. ആ പൊട്ടി പൊട്ടി കരയുമ്പോൾ ഞാൻ സാറേ കരയാറ് സാറേ. ആ കരച്ചിൽ അവസാനം, ആ കരച്ചിൽ നിന്നപ്പോ അദ്ദേഹം പറഞ്ഞു, നീ എല്ലാ സ്കൂളിലും എല്ലാ കോളേജിലും പോകുന്ന ആളല്ലേ, നീ കുട്ടികളുടെ മുന്നിൽ ലഹരിക്കെതിരെ സംസാരിക്കാൻ പോകുന്ന ആളല്ലേ, എവിടെ പോകുമ്പോൾ നീ എന്റെ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കണം, നീ എന്റെ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ലഹരിയും തൊട്ടു നോക്കുക പോലും ചെയ്യരുത് എന്ന് നീ അവരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഇൻസ്പെക്ടർ പിറ്റേ ദിവസം വിളിച്ചു. ഞങ്ങളുടെ ഓഫീസിൽ ദൂരദർശനത്തിൽ വെച്ച് ആ മനുഷ്യന്റെ ഭൗതിക ശരീരം വന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അവിടെ എത്തിയപ്പോ 5 വയസ്സുള്ള മോള് അച്ഛൻ മരിച്ചു കിടക്കുകയാണ് എന്ന് പോലും അറിയാതെ ആ ഉറങ്ങി കിടക്കുന്ന അച്ഛനെ ആട്ടിനെ വിളിച്ചുണർത്തുന്ന മകളുടെ ചിത്രം ഇപ്പോഴും എന്റെ മനസ്സിൽ. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആദ്യം പറഞ്ഞു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പറയണത്. സമാനമായിട്ടാണ് ആരായാലും അത് ഇൻസ്പെക്ടർ ആണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് കരൾ പോകാതിരിക്കില്ല, ഇൻസ്പെക്ടർ ആണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഭ്രാന്ത് വരാതിരിക്കില്ല, അത് ഇൻസ്പെക്ടർ ആണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് സ്വബോധം പോകാതിരിക്കില്ല. ഞാൻ പറഞ്ഞത് ആരായാലും സ്ഥിതി ഇതാണ്. ഞാൻ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്റെ അനുഭവം പറഞ്ഞത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ലഹരിയും തൊട്ട് നോക്കുക പോലും ചെയ്യാം. പക്ഷെ അതിലേക്ക് വീണ് പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. എനിക്ക് പറയാം, സാധ്യതയുണ്ട്. വിട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു പോരാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രയാസം. തിരിച്ചു പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വളാഞ്ചേരി വെച്ച്, വളാഞ്ചേരി MBS കോളേജ് അറിയാലോ. MBS കോളേജിന്റെ കുഴപ്പമില്ല, അവര് നല്ല എന്റെ മോളൊക്കെ അവിടെ പഠിക്കണേ. ആ കോളേജിന്റെ കുഴപ്പമില്ല, അതിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ വെച്ചിട്ട് ഒരാളെ ഞങ്ങൾ പിടിച്ചു. ഒരു മാരകമായ മയക്കുമരുന്ന് നിൽക്കുന്ന ആളാണ്. കോളേജ് കുട്ടികൾക്ക് 1-2 ആൾക്കാർ കൊടുക്കുന്നുണ്ട് എന്നൊരു വാർത്ത എനിക്ക് കിട്ടി. ഞങ്ങൾ ചെന്നതാണ്, പിടിച്ചു. ആള് പിടിച്ച പാടെ അയാളെ പിടിച്ചെന്താ ചെയ്യാ അറിയാം, മൊബൈൽ ഫോൺ ആദ്യം വാങ്ങിച്ചു വെക്കും, ഇയാളെ തപ്പി നോക്കും, സാധനം കിട്ടിയാല് അയാളോട് കുറച്ച് സംസാരിക്കും. അയാളുടെ ഫോണിലേക്ക് വരുന്ന കോളേജിൽ ചിലപ്പോൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്യും. കുറച്ച് മിമിക്രിക്കാരൊക്കെ ഞങ്ങളുടെ എക്സൈസിലുണ്ട്. ഈ പിടിച്ചാളുടെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ചിലപ്പോ അതിൽ വരുന്ന കോളുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്തെന്ന് വരാം. അപ്പൊ അതിലൊരു വിളി വന്നു, ഒരുപാട് വിളികൾ വന്നു. അതിലൊരു വിളി ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, അത് എവിടെയല്ലോ ഫോണൊക്കെ പൊട്ടിപ്പിടിച്ച് ഞങ്ങൾ പറഞ്ഞു വളാഞ്ചേരിയുണ്ട്, ഞാൻ വരട്ടെ, രസം സാധനം കിട്ടുമോ? അപ്പൊ ഫോണൊക്കെ പൊട്ടി പിടിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, ചങ്ങായി ഇങ്ങോട്ട് വരണ്ട, പുതിയ SI വന്നിട്ടുണ്ട് ആ വളാഞ്ചേരി. വെറുതെ പറയാ, ഒരു വിശ്വാസം വരാൻ വേണ്ടി പറയാണ്. ഇത് ഞങ്ങളെ പറയണത് പോലെ അറിയില്ലോ, മറ്റും പറയണമെന്ന് വിശ്വസിക്കാൻ വേണ്ടി പറയാം. പുതിയൊരു SI വന്നിട്ടുണ്ട്, ആ പഹയനെ കൂടി യാതൊരു സ്വയമില്ല, എവിടേക്കാണ് വേഷം പറയുന്നത് പറയാൻ പറ്റില്ല. പഹയനൊക്കെ പറഞ്ഞിട്ടാണ്, എന്തിനറിയോ, ഇതിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ കാര്യം ചെയ്തോ, ഇത് അപ്പുറത്ത് ആ ബാറിന്റെ മുന്നിൽ പോയി, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാൻ സാധനം എന്ന് പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും വിളി വരുമ്പോ നമുക്ക് പേടിയാണ്. കാരണം ഇതേ ശബ്ദം വീണ്ടും അനുകരിക്കാൻ കിട്ടിയില്ലെങ്കിൽ പണി മാറിപ്പോവല്ലോ. അപ്പൊ വീണ്ടും വിളി വന്നപ്പോ ഫോണ് പൊത്തി പിടിച്ച് ഞങ്ങൾ ചോദിച്ചു എന്തേ? അപ്പൊ പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്താ ഇരിക്കുന്നില്ല, ചപ്പു സാധനം പറഞ്ഞില്ല കേട്ടോ, നല്ല സാധനമാണ്. അപ്പൊ അതേ ഭാഷയിൽ ഞങ്ങൾ മറുപടി പറഞ്ഞു. ഞാൻ ശരിക്ക് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കാരനാണ്. എനിക്ക് അതേ ഭാഷയിൽ ഞാൻ മറുപടി പറഞ്ഞു, ചങ്ങായി അനക്കന്നെ ചപ്പു സാധനം തന്നിട്ടുണ്ടാ, എന്റെ കയ്യിൽ ഈ സാധനം ഉള്ളൂ, അത് വേണമെങ്കിൽ ചിന്നിട്ട് വന്നാൽ എനിക്ക് എന്റെ കച്ചവടം ഇത് വന്ന വൈകാൻ തിരിച്ചു പോയിക്കോ, ഇത് വാങ്ങാൻ വേണ്ടി ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. ഞാൻ കത്തി കയറുക. അപ്പൊ ഇയാൾ പറഞ്ഞേ, നിങ്ങൾ ദേഷ്യപ്പെടല്ലേ, നിങ്ങളുടെ കയ്യിൽ ഏത് സാധനം ആരും വേണ്ടില്ല, അത് കൊണ്ടേ ഞാൻ എനിക്കുള്ള സാധനം കൊണ്ടേക്കുന്നത്, കച്ചവടം നിൽക്കുക, ഞാൻ പേവല. ഞങ്ങൾ പോയി ഈ ബാറിന്ന് ഇവനെ മാത്രം എടുക്കാൻ നമുക്ക് അറിയില്ല, ഇവനെ നമുക്ക് അറിയില്ലോ, ആളറിയില്ലോ. ഈ ഫോണിൽ കൂടെ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ ഇവനെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്നു, ഫോൺ എടുത്ത് വിളിച്ചു. പലരും ഇങ്ങനെ ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് ഇവനോട് കിട്ടുന്നില്ല, ഇത് ആരാണെന്ന് മനസ്സിലാവണില്ല. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഹലോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നോക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊരു സംശയം, ഇവനാണോ? സംശയം തോന്നാൻ കാരണം ഇവനാവൂല, ഇവനാണോ ചപ്പു സാധനം പറ്റൂല എന്ന് പറഞ്ഞ് അത് തോന്നാൻ കാരണം സാധാരണ ലഹരികളിൽ അടിമപ്പെട്ട് തീവ്രമായി അടിമപ്പെട്ട ആൾക്കാർക്ക് ചില പ്രത്യേകതകളൊക്കെ കാണാറുണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ളവരൊക്കെ മോശക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലവർക്ക് ചില പ്രത്യേകതകൾ കാണും. മുടിയൊക്കെ കൂടെ മുളച്ച് ചേന മുളച്ചിക്കുന്നമാരിയൊക്കെ നിൽക്കും എന്ന് വിചാരിച്ച് മുടി വളർത്തുന്ന എല്ലാവരും കുഴപ്പക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. തലവൊന്നും കരുതരുതേ. പക്ഷെ ഒരു കാര്യമുണ്ട്, മുടിയൊക്കെ എങ്ങനെയും വളർത്താം. പക്ഷെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, നല്ലൊരു കോഴ്സിന് പഠിക്കാൻ വേണ്ടി ഒരു കോളേജിൽ അഡ്മിഷന് പോകുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇങ്ങനെ മുടികൾ വളർത്തി ചെന്നാൽ നമുക്ക് അപ്പോൾ തന്നെ അവർ കിട്ടൂല. അവിടെ ജെന്റിൽ ലുക്കിൽ നല്ല വേഷങ്ങൾ ധരിച്ച് നല്ല ഒരു ജെന്റിൽ നല്ലൊരു നിങ്ങളൊക്കെ പോലെ ചെന്നാലേ നമുക്ക് അതിന് കിട്ടും. അപ്പൊ മുടി വളർത്തുന്ന ആഗ്രഹമുള്ള അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവും. പല സ്കൂളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണും. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കൂ. 26 കൊല്ലമായിട്ട് എന്റെ മുടി ഇങ്ങനെ, കാരണം ഇത് വളർത്താൻ പറ്റൂല. നമ്മുടെ പോലീസുകാർക്ക് എക്സൈസുകാർക്ക് മുടി കൂടുതൽ വളർത്താൻ പറ്റൂല. അപ്പൊ ഞാൻ വളർത്തുന്ന ആഗ്രഹിച്ച് വല്ല കാര്യം ഉണ്ടോ? അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറുന്നില്ല. ഏതായാലും റിട്ടയർ ചെയ്തിട്ട് വേണം എനിക്ക് മുടിയൊക്കെ ഒന്ന് തോന വളർത്തിയിട്ട്
ഒരു കാതിൽ ഒരു കടുക്കനൊക്കെ ഇട്ട് കയ്യിൽ ഒരു റിങ്ങൊക്കെ ഇട്ട് ഈ മുടിയും ഒരു മഞ്ഞ കളറുള്ള ഒരു സ്വർണത്തിന്റെ കളറൊക്കെ തേക്കുന്നതാണ്. അതൊക്കെ തേച്ചിട്ട് നടക്കാൻ ഒന്ന് റിട്ടയർ ചെയ്തിട്ട് കാത്തിക്ക ഞാൻ. അതുവരെ എന്തായാലും മാർഗമില്ല. ഞാൻ പറയണത് എങ്ങനെ മുടി വളർത്തുന്നത് എന്നല്ല ഞാൻ ചോദിക്കണേ. നമ്മളൊരു നല്ലൊരു കാര്യത്തിന് ജോലിക്ക് പോകുമ്പോൾ, വിദേശത്തേക്ക് പോകുമ്പോൾ ഇതുപോലെ മുടി വളർത്തി പാന്റ് ഊരിപ്പോയിട്ട് ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ എല്ലാ സാധനങ്ങളും കാണിച്ചു കൊടുക്കും. ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ തലങ്ങ് വരഞ്ഞിട്ടിരിക്കണേ, ബോധമില്ല. ചിലർ കണ്ണ് എഴുതും സുറുമ. ഇങ്ങനൊക്കെ കാണാറുണ്ട് എന്ന് വിചാരിച്ച് ഇതൊക്കെ കുഴപ്പക്കാരെന്ന് ഞാൻ പറയില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ കാണാറുണ്ട്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ നല്ലൊരു സുമുഖനാണ്. ഇവനാണ് ചപ്പു സാധനം പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചു. ഓൻ തന്നെ എന്നെ വിളിക്കണേ. ഞങ്ങൾ പതുക്കെ പോയി ഓന്റെ കോളറിൽ ഇങ്ങനെ പതുക്കെ പിടിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു, ഞങ്ങൾ എക്സസൈസുകാരാണ്, ഒച്ചമുടി ഉണ്ടാക്കണ്ട. പുതിയൊരു വാക്കുണ്ട്, ചെറുപ്പക്കാർ കുട്ടികൾക്ക് അറിയാം, പുതിയൊരു വാക്കുണ്ടല്ലോ, സീനുണ്ടാക്കണ്ട. എന്താണ് സീനുണ്ടാക്കണ്ട, ഇത് പതുക്കെ പോരെ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. തൊട്ടടുത്ത് ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ ജീപ്പ് ഉണ്ടായിരുന്നു. ജീപ്പിനകത്ത് അവനെ കയറ്റി ഇരുത്തിയപ്പോ ഞങ്ങളെ കാലിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആദ്യം പറഞ്ഞ എന്താ അറിയോ, നിങ്ങൾ എത്ര പൈസ വേണമെങ്കിൽ പറഞ്ഞോ, ഞാൻ തരാം. ഞങ്ങൾ ചോദിച്ചു, വലിയ പൈസക്കാരനാണല്ലേ, അങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാ? അല്ല സാറേ, നിങ്ങൾ കളിയല്ല സാറേ. പിന്നെ എന്തേ ഒരുപാട് പൈസ ഉണ്ടായിട്ട് പറഞ്ഞ? അല്ല സാറേ, നിങ്ങൾ ഈ കാര്യം അച്ഛനോട് നമ്മോട് പറയല്ലേ. അച്ഛനോട് നമ്മോട് പറഞ്ഞ എന്താ കുഴപ്പം? എന്റെ അച്ഛനും അമ്മ ഇത് അറിഞ്ഞ, ഞാനത് ഉപയോഗിക്കുന്ന കാര്യം അറിഞ്ഞ ആ നിമിഷം അത് മരിച്ചു കളയും സാറേ. ആ ഇത്ര സ്നേഹം ഉണ്ടോ അച്ഛനും നമ്മോടും, പിന്നെ എന്തിനാണ് ഈ പണിക്ക് പോയെ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഒരു പക്ഷേ വിദ്യാർത്ഥികളോട് പറയേണ്ടതല്ല, രക്ഷിതാക്കളോട് പറയേണ്ടതാണ്. എന്നാലും വിഷയത്തോടനുബന്ധിച്ച് ഞാൻ പറയാന്ന് മാത്രമേ ഉള്ളൂ. ഇവൻ നിങ്ങളുടെ പ്രായത്തിൽ പഠിക്കുമ്പോൾ അത്രയും ബ്രില്യന്റ് ആയ വിദ്യാർത്ഥിയാണ്, ക്ലാസ്സിൽ ഒന്നാമനാണ്. മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തരായിട്ട് അവന് വേറെ പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മുടെ അധ്യാപകർ പറയും, സിലബസിനകത്ത് ഭാഗത്ത് മാത്രം നിൽക്കരുത്, ലൈബ്രറിയിൽ പോകണം, ബുക്സ് എടുക്കണം, വായിക്കണം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? മറ്റു പുസ്തകങ്ങൾ എടുത്ത് വായിക്കാറുണ്ടോ? വായനാശീലം ഉണ്ടോ? വെരി നല്ല മക്കളാണ്. പക്ഷെ പലപ്പോഴും ആ ഒരു ശീലം ഇല്ലാത്തവരാണ് കൂടുതലും. എനിക്ക് നല്ല മടിയായിരുന്നു, ഇത് പറയാമോ? അത് എനിക്കിവിടെ പറയാതിരിക്കാൻ വയ്യ. നല്ല മടിയായിരുന്നു. ആ മടിയായിരുന്നു പറയാൻ എനിക്കൊരു മടിയില്ല. പക്ഷെ അന്ന് വായിക്കാത്തതിന്റെ കുഴപ്പം എനിക്കിപ്പോ നല്ലോണം ഉണ്ട്. അത് പറയണല്ലോ, വേണ്ടേ? അന്ന് വായിക്കാമായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നാറുണ്ട്. ഏറ്റവും കൂടുതൽ തോന്നിയത് JMHS എന്ന് പറയുന്ന സ്കൂളുണ്ട് തിരൂരിൽ. അവിടെ പോയപ്പോ 10,500 കുട്ടികൾക്കുള്ള ഒരു ക്ലാസ് ആണ്. ഉദ്ഘാടനം ചെയ്യാൻ തിരൂര് DYSP ശ്രീ ബെന്നി സാറാണ് വന്നത്. അപ്പൊ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുമ്പോ അദ്ദേഹം പറഞ്ഞു, സാന്ത്വനം ചെയ്ത് പറഞ്ഞു, 20 വർഷമായിട്ട് ഞാൻ പോലീസിൽ ജോലി ചെയ്യുമ്പോ എന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഓർത്തു, ദൈവമേ, ബെന്നി സാറ് 20 വർഷമേ ആയിട്ടുള്ളൂ. 20 വർഷമായപ്പോഴേക്കും അദ്ദേഹം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, അതായത് ഒരുപാട് നക്ഷത്രങ്ങൾ ഇങ്ങനെ തോളിൽ വെച്ച വലിയൊരു പദവിയിൽ ഇരിക്കുകയാണ്. ജില്ലാ മേധാവിയുടെ തൊട്ടടുത്ത പദവിയാണത്. ആ പദവിയിൽ അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഓർത്തത്, ദൈവമേ, അന്ന് 24 വർഷമായിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തത്, സോറി ദൈവമേ, 24 വർഷമായ ഞാൻ ഒരു നക്ഷത്രം പോലും തോളിൽ വരാതിരിക്കുകയാണല്ലോ. ഇത് പടുത്ത് കിട്ടിയതാട്ടാ, ഇതൊന്നില്ല. അപ്പൊ ഒരു നക്ഷത്രം പോലും തോളിൽ വരാതെ ഇരിക്കുകയാണല്ലോ എന്ന ഓർത്തം അതിന് ഉത്തരം എനിക്ക് കിട്ടി. എന്താ കിട്ടിയതറിയോ? അദ്ദേഹം വായിക്കേണ്ട സമയത്ത് നന്നായി വായിച്ചു. ഞാൻ വായിക്കേണ്ട സമയത്ത് ഞങ്ങളുടെ കോമംഗലം കറയക്കാട് റോഡിൽ ഒരുപാട് പറങ്ങിമാവുണ്ടായിരുന്നു, അതിന് എറിഞ്ഞു നടന്നു. ഇപ്പൊ വിചാരിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അന്ന് വായിക്കണം, അന്ന് തന്നെ വായിക്കണം. വേണ്ട, ഇപ്പൊ വായിച്ചാലും ഗുണമാണ്. പക്ഷെ ഈ ഒരു ഗുണം അന്ന് വായിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല പൊസിഷനിൽ എത്താമായിരുന്നു. ഇപ്പൊ ഒരു 4-5 നക്ഷത്രം വെച്ച് ഇരിക്കാമായിരുന്നു. ഇപ്പൊ ഞാൻ ഓർത്തിട്ട് വല്ല കാര്യമുണ്ട്? അതുകൊണ്ട് ഇപ്പൊ വായിക്കേണ്ടത് ഇപ്പൊ തന്നെ വായിക്കണം. വായന ലഹരിയാക്കണം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാലോ വിളയും, 100 മീനി വിളയും. വായിക്കാതെ വളർന്നാലോ വളയും. ഇതാരാ പറഞ്ഞേ? അതറിയാം. ഇതിന്റെ മാസം കുട്ടികളെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു പഴയ കാലത്ത്. ഭാഷ എഴുതുന്ന കൊച്ചു കവിതകൾ അദ്ദേഹം ചൊല്ലിത്തരും. അത് ഏറ്റു ചൊല്ലുന്ന ഒരു 6 കുട്ടികൾ ഉണ്ടായിരുന്നു. ആ 6 കുട്ടികളിൽ ഒരു കുട്ടിയായിട്ട് ഞാനും അങ്കിളും ഒരു 2 വർഷം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ഭാഷ കൂടെ. എന്തായാലും അന്ന് കൊച്ചു കവിതകൾ എഴുതുക, കേട്ടാലും ഒന്നും തോന്നില്ല, പക്ഷെ വലിയ അർത്ഥങ്ങൾ. പപ്പടം കേട്ടിട്ടുണ്ട്? കവിത കേട്ടിട്ടുണ്ട്? പപ്പടം ഭാഷന്റെ പരത്തി പറഞ്ഞാൽ പർപ്പടകം കേട്ടിട്ടുണ്ട് കവിത? പരത്തി പറഞ്ഞാൽ പർപ്പടകം. പർപ്പടകം എന്നാണ് പപ്പടത്തിന് ശരിക്കും പറയാം. പരത്തി പറഞ്ഞാൽ പർപ്പടകം, ഒതുക്കി പറഞ്ഞാൽ പപ്പടം ആണ് സാധാരണ പപ്പടം. വേഗം പറഞ്ഞാൽ, നമ്മളൊക്കെ വേഗം പറയുന്നവരാ. വേഗം പറഞ്ഞാൽ പപ്പടം. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം പറയാം, ഉമ്മ എന്റെ പപ്പടം കാക്ക എടുത്തിട്ടാ, എനിക്ക് 2 പപ്പടം വേണം ഉമ്മ. പപ്പടം എന്ന് നമ്മൾ പറയാം അല്ലെ?
വേഗം പറഞ്ഞാൽ പപ്പടം. അപ്പൊ പരത്തി പറഞ്ഞാൽ പപ്പടകം, ഒതുക്കി പറഞ്ഞാൽ പപ്പടം, വേഗം പറഞ്ഞാൽ പപ്പടം. ഇത് ചുട്ടെടുത്ത് ഒന്ന് അമർത്തിയാലോ ഇതുപോലെയാണ് ജീവിതം. ഇതുപോലെയാണ് ജീവിതം. പരത്താം, ഒതുക്കാം, വേഗത്തിലാക്കാം, വളയ്ക്കാം, തിരിക്കാം. പക്ഷേ വേണ്ട വിധം കൈകാര്യം ചെയ്തില്ലെങ്കിൽ, സൂക്ഷ്മതയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ കൊണ്ടുപോലെ പൊട്ടാനും അത് മതി. അതാണ് ഞാൻ എം.കെ. പ്രേമചന്ദ്രൻ സാറിന്റെ ബഹുമാനപ്പെട്ട എം.പി. പ്രേമചന്ദ്രൻ സാറിന്റെ ഒരു പ്രസംഗത്തിൽ കേട്ടത്. അദ്ദേഹം പറയുന്നത് അതില് ഏറ്റവും അദ്ദേഹത്തിന് ആകർഷിച്ച ഖുർആനിലെ ഏറ്റവും ആകർഷിച്ച വചനം ഇതായിരുന്നു. എന്ത്? അറബിക്ക് അറബിയേക്കാളോ ശ്രേഷ്ഠതയില്ല. കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ശ്രേഷ്ഠതയില്ല. പണക്കാരന് പാവപ്പെട്ടവനേക്കാളോ പാവപ്പെട്ടവന് പണക്കാരനേക്കാളോ ഒരു ശ്രേഷ്ഠതയില്ല. അല്ലേ? ജീവിതത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് ആധാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിലുടനീളം പുലർത്തുന്ന സൂക്ഷ്മത എത്രയും. ആ സൂക്ഷ്മത പുലർത്തുന്നവന്റെ കൂടെയാണ് പടച്ചവന്റെ ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ആ സൂക്ഷ്മത വേണം ജീവിതത്തിൽ. അല്ലേ? ഞാൻ പറഞ്ഞത് കുഞ്ഞുമാഷയുടെ പറഞ്ഞത് വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. അപ്പൊ ഇവർ നന്നായി വായിക്കുന്ന ആളായിരുന്നു. ഒക്കെയാണ്. വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ 99% അധികം മാർക്കോടെ പ്ലസ് ടു പാസ്സായി. എവിടെ അപേക്ഷിച്ചാലും അവന് കോഴ്സിന് കിട്ടും. എവിടെ പോയാലും അവന് ഏത് കോളേജിൽ കിട്ടും. അവൻ ആഗ്രഹിച്ച ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അത് ചേരാൻ വേണ്ടി ഒരുപാട് തവണ അച്ഛനോട് നമ്മോട് പറഞ്ഞു, എന്റെ ആഗ്രഹം ഇതാണ്, ഈ കോളേജിൽ എനിക്ക് ഈ കോഴ്സിൽ ചേരണം. പക്ഷെ അച്ഛനും അമ്മയും അവന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് അവനെ കൊണ്ടുപോയി വേറൊരു കോഴ്സിൽ ചേർത്തു. ഞാൻ പറഞ്ഞത്, മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. മക്കളോർത്തോ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചോളൊന്നുമില്ല. പക്ഷെ ഒരു പരിധി വരെ പഠനത്തിന്റെ കാര്യത്തിൽ അവര് തുടർ പഠനത്തിന് അവര് പ്ലസ് ടു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന വഴികൾ കൂടി നമ്മളൊന്ന് കേൾക്കണം. അവരെ ആഗ്രഹം കൂടി ഒന്ന് പരിഗണിക്കണം. എന്തായാലും ഇവൻ പോയി ചേർന്നു, ക്ലാസ്സിൽ പോയിരിക്കും, അധ്യാപകർ ഒരു ക്ലാസ് എടുക്കും. ഇവൻ 100 വട്ടം കരഞ്ഞ് പറഞ്ഞ അച്ഛനോട് അമ്മോടും എനിക്കിത് പഠിക്കാൻ പറ്റില്ല, എന്റെ ആഗ്രഹമല്ല. പക്ഷെ അച്ഛൻ അമ്മയെ സമ്മതിച്ചില്ല. അപ്പൊ പറയാണ്, ക്ലാസ്സിൽ പോയിരിക്കും, അധ്യാപകർ ഒരു ക്ലാസ് എടുക്കും, ഒന്നും മനസ്സിലാവില്ല. നമ്മുടെ മനസ്സിലൊരു സങ്കടം ഉണ്ടെങ്കിൽ ക്ലാസ് ഇരിക്കാൻ പറ്റുമോ? നമ്മുടെ മനസ്സിൽ ഒരു വിഷമുണ്ടെങ്കിൽ ക്ലാസ് ഇരിക്കാൻ പറ്റുമോ? ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുമോ? പോലെ നമ്മുടെ മനസ്സിലൊരു കള്ളമുണ്ടെങ്കിൽ ക്ലാസ് ഇരിക്കാൻ പറ്റുമോ? നമ്മുടെ ഈ ചട്ടങ്ങൾക്ക്, നമ്മുടെ മതപരമായ, നമ്മുടെ സാംസ്കാരിക ബോധത്തിന്, നമ്മുടെ ഈ പൊതുസമൂഹത്തിന്റെ സാംസ്കാരിക ബോധത്തിന് വിരുദ്ധമായിട്ട് ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. ആ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് അവിടെ ഇരിക്കാൻ പുറത്ത് കിട്ടുമോ? എപ്പോഴാണ് സാറ് പിടിക്കുക എന്നുള്ള പേടിയോ? അല്ലെ? മനസ്സിലൂടെ തിളയ്ക്കും. അധ്യാപകർ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. ഭാരമില്ലാത്ത മനസ്സിലായിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റണം. പോലെ ഇവന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിൽ മുഴുവൻ ഇതാണ്, എന്റെ ആഗ്രഹം ഇതല്ല. അപ്പൊ പറയാനും 6 മാസം കഴിഞ്ഞു, ആദ്യത്തെ സെമസ്റ്റർ പരീക്ഷ വന്നു, അതിൽ തോറ്റു. ഇന്ന് ക്ലാസ്സിൽ ഒന്നാമനായി അവൻ തോറ്റപ്പോ അവൻ പറഞ്ഞത് അതുപോലെ പറയാണ്, അന്ന് രാത്രി അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഒരു പരീക്ഷയിൽ തോറ്റതിനൊക്കെ ആത്മഹത്യ ചെയ്യും. അവൻ ചെയ്യുന്നവരും ഉണ്ട്. അത്ര ലോലമാവാൻ പാടില്ല, മനസ്സുണ്ട്. എന്തായാലും ആത്മഹത്യ തീരുമാനിച്ചു. പക്ഷെ അടുത്ത കാര്യം പറഞ്ഞപ്പോഴേക്കും അവന്റെ കണ്ണുകൾ വിടരുന്നു, മുഖത്തൊരു മാറ്റം, ഒരു ഊർജ്ജസ്വലത. അവൻ പറയാണ്, സാറേ ഞാൻ മരിച്ചില്ലല്ലോ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ 100% കടപ്പാടും എനിക്ക് എന്റെ കൂട്ടുകാരോടാണ് സാറേ. ആ കൂട്ടുകാരോട് കാര്യം പറഞ്ഞപ്പോ അവന് വല്ലാത്തൊരു ഉഷാറ്. കൂട്ടുകാരാണ് സാറേ എന്നെ രക്ഷിച്ചേ, അവരാണ് സാറേ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചേ. ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോളൂ. കൂട്ടുകാരാണ് സാറേ എന്നെ രക്ഷിച്ചേ, അവരാണ് സാറേ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചേ, അവരാണ് സാറേ എനിക്ക് ആദ്യമായിട്ട് ഈ സാധനം തന്നെ. ആര്? കൂട്ടുകാര്. വെറും കൂട്ടുകാരല്ല, ചങ്ക്. വെറും ചങ്കല്ല, ചങ്ക് ബ്രോ. മരിച്ചതിന് കൂടത്ത് ഇപ്പൊ വേറെ പേരാണ്, എന്താ അറിയോ? ബെസ്റ്റി. ബെസ്റ്റി അല്ല, അങ്ങനെ പേരുണ്ടാ? നിങ്ങൾ നല്ല മക്കൾ അറിയില്ല. അങ്ങനെ ഒരു പേരുണ്ട്, ബെസ്റ്റി. മരിച്ചാലും കൂടത്തെന്നാണ് പറയണേ. വെറുതെയാണ്. കുറ്റിപ്പുറം പാലത്തിന്റെ അടിയിൽ റബ്ബുക്കാരന്റെ വീടിന്റെ അപ്പുറത്ത് നമ്മുടെ കുറ്റിപ്പുറത്തിന് വലിയൊരു പാലുണ്ട്. ആ പാലത്തിന്റെ അടിയിൽ 5 പിള്ളേർ വന്നിരിക്കുകയാണ്. നിങ്ങളെ പോലെയല്ല, വേറെ യൂണിഫോം ഇട്ട സ്കൂളിലെ പിള്ളേരാണ്, പ്ലസ് ടുക്കാരാണ്. ഞങ്ങൾ അവരെന്ത് സിഗരറ്റ് വലിക്കുന്നത് അറിഞ്ഞ് ഞങ്ങൾ ചെന്ന പാടെ ഞങ്ങളെ കണ്ട പാടെ അവർ എണീറ്റ് ഓടി. 5 പേരും ഓടി. നല്ല ഓട്ടക്കാരാണ്, നിങ്ങളുടെ പ്രായമാണല്ലോ. അതിന്റെ അപ്പുറത്തെ ഓട്ടക്കാർ എക്സൈസിലുണ്ട്. ഞങ്ങൾ ഓടി പിന്നാലെ 3 ആളെ പിടിച്ചു പോവുകയാണ്. 2 പേരെ കിട്ടിയില്ല, 2 പേര് നിർത്താതെ ഓടുക. ഈ 3 ആളെ പിടിച്ച് കുറെ അപ്പുറത്ത് എത്തിയപ്പോ ഞങ്ങൾ തിരിഞ്ഞു നോക്കി. കാരണം ഒരു 100 മീറ്റർ അപ്പുറത്ത് എത്തിയാലെങ്കിലും ആ പോണ 2 എണ്ണം തിരിഞ്ഞു നോക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം 3 ചങ്കുകൾ ഞങ്ങളുടെ കയ്യിലാണ്, തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഒരു പ്രതീക്ഷ ഉണ്ട്, ഓടി കിടപ്പ് മാറി എവിടെയും പോയി സൈഡാവും, രക്ഷപ്പെട്ടു പോയിട്ട് ഇവിടെ സൈഡാവും. ആ കിടപ്പ് മാറുന്ന ഒരാൾ ചോദിക്കാം, ഓരൊക്കെ ഒടുക്കം കൊണ്ടുണ്ടാവുക, അത് പോലീസാണോ എക്സൈസ് ആണോ?
എവിടെയും കൊണ്ടേക്കോട്ടെ ചങ്ങായി നമ്മള് കഴിച്ചിട്ടായില്ല ഇജ്ജ് ഉണ്ടായിരുന്ന അങ്ങനെ പറയണ നമ്മളെ ചങ്ങായിമാരല്ലേ നമ്മൾ ഒന്നിച്ചല്ലേ ക്ലാസ് കെട്ടിയത്, അങ്ങനെ പറ്റൂ? ഇജ്ജ് വേണേ പോയിക്കോ, ഞാനില്ല. അങ്ങനെ പറയണം. നമ്മുടെ ചങ്ങാതിമാർ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ പരസ്പരം പറഞ്ഞു ധൈര്യം സംഭരിച്ച് ഞങ്ങളുടെ ഓഫീസിന്റെ വരാന്തേരി വരും, എന്തെങ്കിലും തല ചോട്ടി നടക്കും. അപ്പൊ ഞങ്ങളെ ഇവിടെ എന്താ കാര്യം സാറേ, നമ്മുടെ ചങ്ങായിമാരാണ് സാറേ അത് ശരി നിങ്ങളെ ഓടിയ എന്താ ആൾക്കാരല്ലേ? ഞങ്ങളാ സാറേ ക്ലാസ് കട്ടിയിട്ടുള്ളൂ. സിഗരറ്റ് വലിച്ചിട്ടുള്ളൂ. സാറേ സിഗരറ്റ് വലിച്ചു, വേറെ ഒന്നും ചെയ്തില്ല സാറേ, ഇനി ഞാനാ ചെയ്യുന്നത് സാറേ, പ്ലീസ് സാർ ഒന്ന് വിടുക സാറേ എന്ന് പറഞ്ഞു വരും. വരണം എന്നാ ഞങ്ങളുടെ ആഗ്രഹം. വരും. ഈ കുട്ടികളെ മോശമാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾ ആഗ്രഹിക്കുക 1 മണിക്കൂർ കഴിഞ്ഞു, 1.5 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞു, 2.5 മണിക്കൂർ കഴിഞ്ഞു. ചങ്കുകൾ വിചാരിച്ചു നമ്മുടെ കളി രക്ഷപ്പെട്ടല്ലോ, അവർ പോയി ജയിലിൽ കിടക്കട്ടെ. ഇതാണ് ചങ്കുകള്. വന്നില്ല. 3 ആളെ വെച്ച് ബൈക്കിൽ ഇങ്ങനെ പറന്ന് വരും. ഞങ്ങളിങ്ങനെ കൈ കാണിക്കുമ്പോ ആ വണ്ടി ചവിട്ടി നിർത്തുമ്പോ ഏറ്റവും പുറകിൽ ബാക്കിലേക്ക് തള്ളിയിരിക്കുന്ന 3ാമത്തെ ആ മുതലുണ്ടല്ലോ, വണ്ടി നിന്നില്ല എന്ന് കാണുമ്പോ ഒറ്റ പൊന്തലങ്ങനെ ആ പൊന്തലോ അങ്ങോട്ട് ചാടി അങ്ങോട്ട് ഓടി, 2ാമത്തെ ഇങ്ങോട്ട് ഓടി, ഓടിച്ച് വന്ന് ഓടലട ഒറ്റയ്ക്ക് വന്ന് ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പറിച്ചുകൊണ്ടിരുന്നു. ചങ്കാണ്. പക്ഷെ 3ാമത്തെ മണിക്കൂറിൽ അവിടെ വന്നു. 3ാമത്തെ മണിക്കൂറിൽ വന്നു ചങ്ക് പൊട്ടിട്ടാ വരണേ, കരഞ്ഞുകൊണ്ടാ വരണേ, ഓടിക്കിടച്ച് വരിക. 3ാം നിലയിലുള്ള അറബുകാരോട് ചോദിച്ചറിയാം, വേണ്ട ഞങ്ങളുടെ ഓഫീസിൽ കയറി മേലേക്ക് എത്തണം. ആ മേലേക്ക് ഓഫീസിൽ കിടച്ച് വന്നിട്ട് ആ വാതിലിൽ വന്നിട്ട് ചോദിക്കണം, സാറേ എന്റെ കുട്ടി എവിടെ, എന്റെ മോനെവിടെ, അവൻ എവിടുന്ന് കിട്ടിയേ, എനിക്ക് എന്റെ കുട്ടിയെ കാണണം, എന്റെ കുട്ടിയെ കാണിച്ചതാ, എനിക്ക് എന്റെ കുട്ടി എന്ത് തെറ്റാ ചെയ്തേ, അവൻ സ്കൂളിൽ പോയതാണല്ലോ, എനിക്ക് എന്റെ മോനെ കാണിച്ചതാ എന്ന് പറഞ്ഞു ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ ഓടി വരാൻ അവരുടെ അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചങ്ക് പൊട്ടാനും കൂടെ നിൽക്കാനും എന്നും എപ്പോഴും ഈ രക്ഷിതാക്കൾ മാത്രമേ നിങ്ങളുടെ കൂടെ ഉണ്ടാവൂ എന്ന യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കും മക്കളെ. മറ്റു ചങ്കുകളൊക്കെ നമുക്ക് വേണം, നല്ല കൂട്ടുകാർ വേണം, നന്മ പറഞ്ഞു കൊടുക്കാൻ, നല്ലത് കാണിച്ചു തരാൻ അത് നല്ല കൂട്ടുകാർ വേണം. അല്ലാതെ എല്ലാ ചങ്കുകളല്ല. ഏതായാലും ഇവൻ പറയാണ്, ഇവൻ ചാടാൻ നേരത്ത് ഹോസ്റ്റലിന് അച്ഛൻ തന്നെ ചാടി മരിക്കുമ്പോഴേക്ക് കൂട്ടുകാർ വന്ന് പിടിച്ചു പോകാൻ പറഞ്ഞ് എന്നെ വിട്, എനിക്ക് മരിച്ചാൽ മതി. അപ്പൊ കൂട്ടുകാർ ചോദിക്കുകയാണ്, മരിക്കേ അത് എന്തുട്ട് മറത്തണ്ടെന്നീ പറയണേ? ദൈവം തന്ന ജീവിതം വെറുതെ അവസാനിപ്പിക്കാനുള്ളതാണോ? അവസാനിപ്പിച്ച് കഴിഞ്ഞില്ല, നീങ്ങട് വേറെ ജീവിതം എൻജോയ് ചെയ്യണ്ടാ. എന്താ പറഞ്ഞേ? ജീവിതം എൻജോയ് ചെയ്യണ്ട. നീങ്ങട് വേറെ കൂട്ടിക്കൊണ്ടുപോകാൻ കൂട്ടുകാര് ആദ്യമായിട്ട് അവരുടെ കയ്യിലേക്ക് ഈ സാധനം വെച്ചു കൊടുത്ത പാവം പറഞ്ഞു, എനിക്ക് വേണ്ട, എന്റെ അമ്മ അറിഞ്ഞ, എന്റെ ഉമ്മ അറിഞ്ഞ. എന്റെ ഉമ്മയോട് അറിയില്ല, എന്റെ ഉമ്മയെന്ന് അറിയാൻ പോയില്ല, ഇത് ആരും അറിയില്ല, ഇതിന് കുഴപ്പമൊന്നുമില്ല, ഇത് മരുന്നട, ഇതിന് മണന്നില്ല, ഇത് ഒരാളും അറിയില്ല, നീ ഇങ്ങനെ വേണം. കൂടുതൽ പറയണ വഴിയാ പറയുന്നത്, എങ്ങനെയൊക്കെ പറയാ. ഇങ്ങനെയൊക്കെ വീഴ്ത്താൻ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവൻ വേണ്ടെന്ന് പറഞ്ഞു. വീണ്ടും വേണ്ട എന്ന് പറഞ്ഞപ്പോ, ഇവിടെ ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പറയാണ്, വീണ്ടും വേണ്ട എന്ന് പറഞ്ഞാൽ അവർ അവസാനം പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, അതിൽ വീഴും എന്ന് ഉറപ്പാണ്. 90% പേരും വീഴും. അവസാനം ചോദിക്കും, അല്ലേ എന്നോട് പറഞ്ഞിട്ട് നല്ല കാര്യമുണ്ട്, എന്നോടൊക്കെ ഇതിനാ പറയണേ, ഇതൊക്കെ ആണാണോ എന്നൊരു ചോദ്യം ചോദിച്ചാ ഒരു തരിപ്പുള്ളത് കേറുക, ഒരു തരിപ്പിട് കേൾക്കുക, അയ്യോ ഞാനാണാണല്ലോ. ഈ ആണത്തെ തെളിയിക്കാൻ വേണ്ടി ആരും സാധനം ചിന്തിരിക്കും. കഴിഞ്ഞ് അത് വെച്ചാൽ കഴിഞ്ഞ്. ഞാൻ പറയുന്നത് മക്കളെ, ഈ തരത്തിലാണ് ആദ്യമായിട്ട് വീണ് പോണേ. പക്ഷെ ഇനി സമയമില്ലാത്തോട് ചുരുക്കിച്ച് പറഞ്ഞ് 3 മിനിറ്റോട് അവസാനിപ്പിക്കാം. ആ വീണ് പോയി കഴിഞ്ഞാൽ അവസാനം ആ ലഹരിയിൽ മനുഷ്യനെ എത്തിക്കുന്ന അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചുരുക്കി പറഞ്ഞിട്ട് പറയാം. ഞങ്ങളുടെ ലോക്കപ്പിനകത്ത് ഒരു ദിവസം ഒരാളെ പിടിച്ചുകൊണ്ട് വന്നിട്ടപ്പോ അവൻ മാരകമായ മയക്കുമരുന്ന്, അത് ചെറുപ്പത്തിലടാ വ്രണം പിടിപ്പിച്ചടാ, സൂപ്പറാടാ, നല്ല സാധനടാ എന്ന് പറഞ്ഞപ്പോ വെറുതെ വരും. ആ വെറുതെ വന്നിട്ട് ആദ്യം വെറുതെ വരും, പിന്നെ അതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പൈസ ചോദിക്കും. ഈ പൈസ കിട്ടാതെ വന്നപ്പോ അവൻ വിൽക്കാൻ തുടങ്ങി അതിനെ പിടിച്ചു. ലോകപ്പിനകത്ത് കിടക്കുന്ന പാവമാണ്, സാധുവാണ്. പക്ഷേ ഈ സാധു എന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് അവനത് ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടാതെ വന്നപ്പോ ലോകപ്പൊന്ന് ചാടി എണീറ്റിട്ട് ഞങ്ങളെടുത്ത് വന്നിട്ട് ആ വാതിലേക്ക് വന്നിട്ട് ചോദിച്ചു, സാധനം കാട്ടി, സാധനം കാട്ടി. പോയി കിടക്കുന്ന എക്സൈസ് ഓഫീസിലാണ് സാധനം. അപ്പൊ ഞങ്ങൾ അവർ ആ ചൂണ്ടൊക്കെ എല്ലാം ഉണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവിടെ പോയി കിടന്ന് ചാടി എണീറ്റ് അവൻ വന്ന് ലോകപ്പിന്റെ ഈ അടിയിൽ കുത്തനെയുള്ള കമ്പിങ്ങുണ്ട്, അതിലിങ്ങനെ പിടിച്ച് ക്രോസ് കൊടുത്ത പട്ടയിൽ നെറ്റി വെച്ച് അടിച്ച് തല അടിച്ച് പിരിഞ്ഞു. ഞങ്ങൾ ഓടി വന്നപ്പോൾ നെറ്റി പിളർന്ന് രക്തം ഒന്നാകെ ഒഴുകുന്ന മുഖത്ത് ഞങ്ങൾ അകത്തേക്ക് കീറുമ്പോഴേക്കും പിടിവിട്ട് പുറകിലെ ചുമരിലടിച്ചു, ശരീരം മൊത്തം മാറ്റി പൊടിച്ച് അവൻ ആകെ ഭീകരാന്തരം സൃഷ്ടിക്കുക. ഞങ്ങള് കയറി ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി, കയ്യിലും കാലിലും ബലം കെട്ട് അവനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് ക്ലീൻ ചെയ്തു, സ്റ്റിച്ച് ചെയ്തു, ഒരു മരുന്ന് കൊടുത്ത് അവനെ നോർമലാക്കി, ഇഞ്ചക്ഷൻ ചെയ്തു. വീണ്ടും ഞങ്ങളെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു. രാവിലെ കൊണ്ടാവാൻ നേരത്ത് അവന്റെ ഉമ്മ
അവരെ കാണാൻ വേണ്ടി കയറി വരിക, എന്റെ മോനെ പിടിച്ചിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് കയറി വരിക. അപ്പൊ രാവിലെ നല്ല സ്വബോധമുണ്ട്, നല്ല ബുദ്ധിയാണ്, അവൻ അറിയാതെ പെട്ടുപോയതാണ്. സ്വബോധമുള്ളപ്പോ അവൻ എല്ലാവരും ഉണ്ട്, ഉമ്മയുണ്ട് ഉപ്പയുണ്ട് എല്ലാവരും ഉണ്ട്. അപ്പൊ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോ ഉമ്മ അകലെ നിന്ന് ഇങ്ങനെ കയറി മൂന്നാളെ വരുന്നുണ്ട്. ആ മൂന്നാളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഉണ്ട്. ഈ സ്ത്രീയുടെ നിഴലേ കാണുന്നുള്ളൂ. പക്ഷെ നിഴല് കണ്ടപ്പോഴേ അവൻ പറഞ്ഞു, സാറേ സാറേ വിളിച്ചു. ഞങ്ങൾ ചെന്നപ്പോ സാറേ എന്റെ ഉമ്മ വരുന്നത് സാറേ, എന്റെ ഉമ്മ. ഞങ്ങൾ നോക്കിയപ്പോ ആരെന്ന് മനസ്സിലാവില്ലേ, ഒരു നിഴല് ഒരു സ്ത്രീയാണെന്ന് അറിയാം. അതെന്റെ ഉമ്മയാണോ? എന്റെ ഉമ്മയാണ് സാറേ. അതിന് ഞങ്ങൾക്ക് മനസ്സിലായി സാറേ, അത് എന്റെ ഉമ്മയാണ് സാറേ. എന്റെ ഉമ്മ എനിക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ, അതെന്റെ ഉമ്മയാണ് സാറേ. സാറേ ഈ വാതിൽ ഒന്ന് തുറന്നു തരുമോ, ഈ ജയിലിന്റെ വാതില്, ഈ ലോക്കപ്പിന്റെ വാതിൽ ഒന്ന് തുറന്നു തരുമോ? എന്തേ? ഞാൻ ഈ ജയിലിൽ കിടക്കുന്ന എന്റെ ഉമ്മ നിങ്ങൾ കാണിക്കല്ലേ. ഇത് ഉമ്മാനെ കാണിച്ച എന്റെ ഉമ്മക്ക് സങ്കടമാണോ സാറേ? എന്റെ ഉമ്മക്ക് സങ്കടം ഉണ്ടോ? സാറേ കളിയാക്കല്ല സാറേ, ഞാൻ കാര്യം ഞാൻ പിടിക്കാം, ഒന്ന് തുറന്നിട്ടാ. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ ഉമ്മയൊന്ന് പിഴച്ചു. അവൻ പറയാ, തുറന്നു കൊടുത്തു ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൻ പറയുന്നു, ഉമ്മ ഈ നശിച്ച പഴുതിൽ ഞാൻ പെട്ടുപോയി, എനിക്കിതില്ലാതെ ജീവിക്കാൻ വയ്യുമ്മ, നമുക്ക് മരിക്കുമ്മ, നമുക്ക് മരിക്കുമ്മ. നമ്മുടെ ഇക്കാക്കയോ പോയി, ഞാനിപ്പോ ഇതിൽ പെട്ടല്ലോ. ഇക്കാക്കയോ പോയി എന്നൊരു വാക്ക് പറഞ്ഞ ചോദിച്ചു. അപ്പോഴാണ് അവൻ കഥ പറഞ്ഞത്. ഒരു പക്ഷേ രക്ഷിതാക്കൾക്ക് മുതിർന്ന ആൾക്കാർക്ക് അറിയാം, നമ്മുടെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. നമ്മൾ അറിയുന്ന ഒരു സ്ഥലത്ത് ഒരു യുവാവ് മരിച്ചു കിടക്കുന്ന ഒരു ദിവസം പോലീസ് വന്ന് ഈ ഡെഡ് ബോഡി എടുത്ത് ഈ ശരീരം പരിശോധിക്കുകയാണ്, ഇൻക്വസ്റ്റ് നടത്താണ്. അപ്പോ ഈ ശരീരം മൊത്തം പരിശോധിക്കും പോലീസ് വന്നിട്ടേ, ഈ മുടിയിലൂടെ ഒക്കെ വിരലൊടിക്കും പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുമ്പോ കണ്ട പ്രത്യേകത, അവരുടെ ശരീരം മൊത്തം ബ്ലേഡ് കൊണ്ട് മുറിച്ചിട്ടിരിക്കുന്നു. അതായത് ഈ ലഹരി മരുന്ന് കിട്ടാതെ വരുമ്പോ ഭ്രാന്ത് വരും, ദേഷ്യം വരും, സ്വന്തം ശരീരം ബ്ലേഡ് കൊണ്ട് മുറിക്കും, മുറിച്ച് ചിരിച്ചുകൊണ്ട് മുറിക്കും. നമ്മുടെ സ്വന്തം ശരീരം ചിരിച്ചു മുറിക്കും, മുറിച്ച് ആ രക്തം കുടിച്ചു നോക്കും, എന്തും ചെയ്യും. പിന്നെ അവന്റെ ശരീരത്തിൽ കണ്ടത് മുഴുവൻ ഈ സിറിഞ്ച് കൊണ്ട് ഇവിടെ ഇങ്ങനെ അടിച്ചു കയറ്റിയിരിക്കുകയാണ് ലഹരി മരുന്ന്. ഇവിടെ കുത്തി ഡോട്ട്സ്. ആ മരിച്ചു കിടന്ന അന്ന് അവൻ മരുന്ന് കിട്ടി, പക്ഷെ കുത്തി കയറ്റാൻ എത്ര മുറുക്കി കെട്ടിട്ട് ഞരമ്പില്ല. ഞരമ്പ് പുറത്തേക്ക് വരണ്ടേ, പക്ഷെ ഞരമ്പിന് തന്നെ കയറ്റണം. വേറെ എവിടെയെങ്കിലും കയറ്റിയ പോലെ ഞരമ്പിന് കയറ്റണം. ആ ഞരമ്പ് കിട്ടാതെ വന്നപ്പോ എനിക്ക് പറയാൻ മടിയുണ്ട്, നൽകുന്നത് പറയാണ്, അവസാനത്തെ ഡോസ് ആ മയക്കുമരുന്ന് അവന്റെ ജനനേന്ദ്രത്തിൽ ഒരു മൂത്രപ്പൊടി വളച്ചടിച്ച് അതിന്റെ ആ ഒരു ഞരമ്പിലേക്ക് അടിച്ചു കയറ്റി ആ നിമിഷം അവിടെ വെച്ച് അവൻ മരിച്ചു. ആ മരിച്ച ആ യുവാവിന്റെ നേരെ അനിയനെയാണ് അതേ മയക്കുമരുന്നായിട്ട് ഞങ്ങൾ ഈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ഉമ്മയുടെ മൂത്ത മകൻ ഈ മയക്കുമരുന്ന് കുത്തിവെച്ച് മരിച്ചിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് രണ്ടാമത്തെ മകനെ അതേ മയക്കുമരുന്നായിട്ട് ഞാൻ പിടിക്കണേ. നിങ്ങൾ ഓർക്കുക, ആ മൂത്ത മകൻ മരിച്ച, സ്വന്തം ജ്യേഷ്ഠൻ മരിച്ച് കബറടക്കം കഴിഞ്ഞ് ഉസ്താദുമാരും നാട്ടുകാരും മടങ്ങിപ്പോയി. ഈ ഉമ്മയും ഈ മകനും രണ്ടാമത്തെ മകനും പരിച്ചായ സമയത്ത് അന്ന് ഉമ്മാനെ കെട്ടിപ്പിടിച്ചവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ ഇവിടെ ഇക്കാക്ക പോയില്ലേ, ഇക്കാക്ക മരിച്ചില്ലേ, ആ വിഷം ആ മയക്കുമരുന്ന് കുത്തി വെച്ചിട്ടാ ഇക്കാക്ക മരിച്ചേ, എനിക്കറിയാം, ആ വിഷം കുത്തി വെച്ചിട്ടാ ഇക്കാക്ക മരിച്ചേ. അതുകൊണ്ട് എന്റെ ഉമ്മയാണ് സത്യം, ഇന്നു മുതൽ ഒരു മയക്കുമരുന്നും എന്റെ കൈ കൊണ്ട് ഞാൻ തൊടൂലുമ്മ എന്ന് ഉമ്മയുടെ നേറുകയിൽ കൈവച്ച് അവൻ അന്ന് സത്യം ചെയ്തു. ആ സത്യം ചെയ്തത് മനസ്സിൽ തട്ടിട്ട് തന്നെയാണ്, തീരുമാനമെടുത്തതാണ്. നമ്മുടെ ഈ സ്വഭാവം നല്ല, നമ്മുടെ ഒരു ഫ്രോണ്ടൽ ലോബുണ്ട്, തലച്ചോറിന്റെ നല്ല ഭാഗം. ആ ഭാഗം നമ്മളോട് പറയും, ഇത് വേണ്ട മോനെ നിർത്തിക്കോ, ഇത് അപകടമാണ് എന്ന് ബോധ്യപ്പെടുത്തിയപ്പോ അവൻ നിർത്തി. പക്ഷെ ആ പ്രതിജ്ഞയ്ക്കും ആ സത്യത്തിനും ഒരാഴ്ചത്തെ ആയുസ്സുണ്ടായിരുന്നു. വീണ്ടും ഇവൻ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും നമ്മുടെ ഇമോഷൻ, ഇവിടെ ഒരു ബ്രെയിൻ ഉണ്ട്, നമ്മുടെ തലച്ചോറിന്റെ ഒരു റിവാർഡ് സെന്റർ ഉണ്ട്. അത് വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ കൊടുത്തേ പറ്റൂ, അത് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ലഹരി മരുന്നും തൊട്ട് നോക്കാൻ പോലുള്ള അവസരം ഉണ്ടാകും. എത്ര പ്രലോഭനം വന്നാലും എനിക്കത് വേണ്ട. ഈ ആണാണോ ചോദിച്ചാൽ യെസ് ഞാൻ ആണാണ് പറയാൻ പറ്റണം, നോ എന്ന് പറയാൻ പഠിക്കുക. നമ്മുടെ മാതാപിതാക്കളുടെ മുഖം മനസ്സിലോട് അവരെ ചേർത്ത് നിൽക്കുക. എന്ത് സങ്കടം ഉണ്ടെങ്കിലും അവരോട് പറയുക, അവരെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കുമ്പോൾ നമുക്ക് സപ്പോർട്ടീവായിട്ട് വേറെ ഒന്നും വേണ്ട, നമ്മുടെ മനസ്സിലൊരു കള്ളം വേണ്ട, കളങ്കം വേണ്ട. അങ്ങനെ വളരെ മനോഹരമായ മനസ്സിനായിട്ട് നിങ്ങൾ വളർന്നു വരട്ടെ. ഈ ആയോധനകലകളിലെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് ഒരുപാട് എനർജി കൂടുതലുള്ള ഒരു പ്രായമാണിത്. ഞങ്ങളുടെ ഈ പ്രായത്തിന്റെ എനർജി അല്ല നിങ്ങൾക്ക്, തലച്ചോറിനകത്ത് ചില പ്രത്യേക ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന് ഞാൻ ചുരുക്കി പറയാം. അതിന്റെ എനർജി കൂടുതലാണ്. അത് വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ ഇതുപോലെയുള്ള ലഹരികളിലേക്ക് പോയാൽ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. നേരെ മറിച്ച് ഇതുപോലെ ആയോധന കലകൾ, അതുപോലെയുള്ള സ്പോർട്സും ആർട്സും പോലെയുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ ഒരു എനർജിയെ നമ്മൾ വേണ്ട വിധത്തിൽ പോസിറ്റീവായ ലഹരികളിലേക്ക് തിരിച്ചുവിടുമ്പോ നമ്മൾ വേറൊരു ലഹരിക്ക് പോവില്ല. 2 കാര്യമാണ്. ഒന്ന്, നമ്മൾ ആരോഗ്യവാന്മാരാകുന്നു, നമ്മുടെ മനസ്സ് ആരോഗ്യമുള്ളതാകുന്നു, ഭാവിയിൽ നല്ല ഒരു
ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ നിങ്ങൾ വളർന്നു വരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ മുതിർന്ന ആൾക്കാർ ഡിഗ്രിക്ക് പഠിക്കുന്നവരല്ലേ സർ? അല്ലേ? ഒരു മിനിറ്റ്, അര മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. എല്ലാവരും ഞാൻ പലപ്പോഴും പറയാറുണ്ട് മുതിർന്ന കുട്ടികളിലും, അങ്കിളിൽ ഇനി കുറച്ച് കാലൊക്കെ ഉള്ളൂ, ആയുസല്ല. അത് നിനക്ക് നല്ലൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഞാൻ പറയല്ലോ, ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്റെ വീട്ടിലൊക്കെ വന്ന് നോക്കിയാൽ അറിയാം. ഇതുവരെ വന്നില്ലല്ലോ, ഒരു വരണം. എന്റെ പൂജാമുറി എന്നൊക്കെ അങ്ങനെ നമ്മള് അത്രയും, ഞാൻ എല്ലാ മതത്തിലും പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ നമുക്ക് അത്രയും സ്നേഹത്തോടു കൂടി കാണും. എന്നെ 6 മാസം പ്രായമുള്ള എന്റെ ഏട്ടൻ 52 കൊല്ലം മുമ്പേ മരിച്ച സമയത്ത് 6 മാസം പ്രായമുള്ള 6 മാസം പ്രായമുള്ള എന്നെ കോഴിക്കോട് നിന്ന് വളാഞ്ചേരിയിലേക്ക് കൊണ്ടുവന്നത് അലി എന്ന് പറഞ്ഞ നമ്മുടെ കൊലുകുന്നത്ത് അലിയാക്ക എന്ന് പറഞ്ഞ ഒരാളാണ്. അന്ന് മുമ്പേക്ക് 20 വയസ്സുള്ള നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു ഇസ്ലാം മത വിശ്വാസിയായ ആളാണ് ഈ 6 മാസമുള്ള എന്നെ വളാഞ്ചേരിക്ക് കൊണ്ടുവന്നിട്ട് അവരെ വീട്ടിൽ പ്രാർത്ഥിച്ചത്. പിന്നെ എന്റെ ഏട്ടന്റെ ഭൗതിക ശരീരമാണെന്ന് കൊണ്ടുവരണേ, അരിയാക്കാണ് എന്നെ കൊണ്ടുവന്ന് അവരെ വീട്ടിൽ നിർത്തിയത്. എങ്ങനെ നമുക്ക് വേറിട്ട് കാണാൻ പറ്റില്ല. സഹോദരന്മാരാണ്. നമുക്കൊരു ആവശ്യം വന്ന് ഓടി വരാൻ, പരസ്പരം ഓടി വരാൻ അവിടെ ജാതി മതമൊക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണം. പറഞ്ഞത് റിട്ടയർ ചെയ്യാൻ കുറച്ച് കാര്യമുള്ളൂ. റിട്ടയർ ചെയ്യട്ടെ. റിട്ടയർ ചെയ്തിട്ട് ഈ പാലക്കാട് കോടിയോ അല്ലെങ്കിൽ പോകുമ്പോ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സീബ്ര ക്രോസിംഗ് നിൽക്കുകയാണ്. വണ്ടികളൊന്നും നിർത്തിത്തരില്ലല്ലോ. ആ സംസ്കാരം നമുക്ക് മലയാളികൾക്ക് ഇല്ലല്ലോ. വണ്ടി അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ഒരു കാർ അങ്ങോട്ട് ഓടിക്കണം, ചില ബൈക്ക് ഇങ്ങനെ പോകണം. ഞാൻ കടക്കാൻ വയ്യാതെ ഞാൻ നിൽക്കുകയാണ്. കടക്കാൻ നോക്കും, അപ്പോൾ വണ്ടി ഇങ്ങോട്ട് പോകും. കുറച്ച് കാലിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, കുറച്ച് പ്രായമായിട്ടുണ്ടാവുമല്ലോ, റിട്ടയർ ഒക്കെ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ. അപ്പോഴാണ് ഒരു ഇന്നോവ കാറ് പോലത്തെ ഒരു വലിയ കാറ്, ഒരു ഇന്നോവ വാഹനം വന്ന് നിന്നു. വലിയൊരു ആശ്വാസം. ഇവരാണെങ്കിൽ നല്ല മനസ്സുള്ള ആളുണ്ടല്ലോ, ഞാൻ കടക്കാൻ വേണ്ടി കടക്കാൻ നോക്കുകയാണ്. അതിൽ പെട്ടെന്ന് കടക്കാൻ നേരത്ത് ഇതിന്റെ സൈഡ് ഗ്ലാസ് നിന്ന് താങ്ങും. അതിനോട് അങ്ങനെ ഒരു വിടി കേട്ടു. അപ്പൊ ഞാൻ നിന്നു. അങ്ങനെ ഒരു മിനിറ്റ് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ആ സൈഡിൽ ഇരിക്കുന്നു. അങ്ങനെ ഓർമ്മയുണ്ടോ? ഇല്ല. അന്ന് 2024 നവംബർ മാസം 25-ാം തീയതി, 24ആണോ സർ? 24-ാം തീയതി കൊപ്പത്തിനടുത്ത് മർക്കസ് സ്കൂളില് കോളേജില് സാർ വന്ന് ഓർമ്മയുണ്ട്. ഞങ്ങളെ ബെൽറ്റ് ഗ്രേഡിങ്ങിന്റെ ദിവസമായിരുന്നു. ഓർമ്മയുണ്ടോ? അന്ന് സാർ ഒരു ക്ലാസ് ഒക്കെ എടുത്തല്ലോ. അന്ന് ആ സദസ്സിലിരുന്ന 10-100 കുട്ടികളുണ്ടായിരുന്നു. അതിലൊരാള് ഞാനായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. സാറിന്റെ ക്ലാസ് അന്ന് ഞാൻ കേട്ടിരുന്നു. അപ്പോ സന്തോഷം പറയാം. നിങ്ങൾ അഭിമാനത്തോടെ പറയണം, വലിയ അഹങ്കാരമില്ലെന്ന് പറയണം. അങ്ങനെ ഞാനിപ്പോ പാലക്കാട് സൗകര്യത്തിലാണെങ്കിലേ എന്ന് ഇതിലിരിക്കുന്ന ഒരാളെങ്കിലും ആ വണ്ടിക്ക് പറയാനുള്ള ഇട വന്നാൽ ആ മണങ്ങാത്ത കാല് വലിച്ചു മുറുക്കി ചവിട്ടിയിട്ട് മണങ്ങൂല, വേദനയൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും ആ ടൗണിൽ വെച്ച് അവിടെ വെച്ച് അങ്ങനെ വലിച്ചു മുറുക്കി ചവിട്ടിയിട്ട് ഒരു സൈഡ് പറയാൻ തരും. ആ തരത്തിലേക്ക് നിങ്ങൾ പറയണം. ഒരാളല്ല, ഇതിലിരിക്കുന്ന മുഴുവൻ പേരും ആ തരത്തിലേക്ക് വളരണം എന്നാണ് എന്റെ ആഗ്രഹം. ആ തരത്തിലേക്ക് നിങ്ങൾ ഉയരണമെങ്കിൽ, ആ തരത്തിലേക്ക് നിങ്ങൾ വളരണമെങ്കിൽ ഈ പ്രായത്തിൽ നമുക്ക് ആവശ്യമില്ലാത്തതൊന്നും നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റി വെക്കരുത്. ആവശ്യമില്ലാത്തതൊന്നും കയറ്റി വെക്കരുത്. വായനയാവണം ലഹരി, പഠനമാവണം ലഹരി, നമ്മുടെ കുടുംബമാവണം നമുക്ക് ലഹരി. അങ്ങനെ വളർന്നു വരട്ടെ. ഈ ആയോധന കലയിലൂടെ നല്ല ആരോഗ്യമുള്ള മനസ്സും ശരീരവും വളർത്തിയെടുത്ത് നല്ല സ്ഥാനങ്ങൾ ഇങ്ങനെ അലങ്കരിച്ച് നിൽക്കുമ്പോ അന്ന് തരാനുള്ള ആ സല്യൂട്ട് മുഴുവൻ പേരും IAS-കാരും IPS-കാരും ആവണമെന്നല്ല ഞാൻ പറയണേ. നല്ല എക്കണോമിസ്റ്റുകൾ, നല്ല അധ്യാപകർ, നല്ല ഹിസ്റ്റോറിയൻസ്, ഇതുപോലെയുള്ള നല്ല ആയോധന കല വിദഗ്ധന്മാര്, നമ്മുടെ റൗബു സാറിന്റെ പിൻഗാമികളായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങനെ വളർന്നു വന്ന് ഉന്നത പീഠങ്ങൾ അലങ്കരിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം. അതാണ് ജീവിതത്തിലേക്ക് കിട്ടുന്ന പ്രതിഫലം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അന്ന് തരാനുള്ള ആ സല്യൂട്ട്, അന്നത്തെ യൂണിഫോം ഒന്നും ഉണ്ടാവില്ലല്ലോ, അത് 2-3 കൊല്ലം കഴിഞ്ഞാൽ ഊരി വെക്കണമല്ലോ. അപ്പൊ യൂണിഫോം ഇട്ടിട്ട് അന്ന് തരാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അന്ന് തരാനുള്ള ആ സല്യൂട്ട് ഇവിടെ വെച്ച് തന്നുകൊണ്ട് ഞാൻ തൽക്കാലം ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.